सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा. गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः. असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा मृतङ्गमय. ओम शांति शांति शांति. ഗുഡ് ഈവനിങ്, നമസ്തേ. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കാമല്ലോ? സൗണ്ട് ഓക്കെ? ഓക്കെ. അപ്പോൾ എല്ലാവരും കുറച്ച് പേർക്കെങ്കിലും ഇന്ന് പൂർണ്ണത്രയീശന്റെ ആറാട്ട് എഴുന്നള്ളിപ്പും കൊടിയിറക്കവും ആറാട്ട് എഴുന്നള്ളിപ്പും ഒക്കെ കാണാൻ പറ്റിയത് എന്ന് തോന്നുന്നു. കാണാൻ പറ്റി. അത് കാണിച്ചു തരാനായിട്ടുള്ള ഭാഗ്യമുണ്ടായി. നമുക്ക് ആ പൂർണ്ണത്രയീശന്റെ അനുഗ്രഹത്തോടുകൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് മൂന്നാമത്തെ അധ്യായം തുടങ്ങണം എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചു അതിൽ കുറച്ച് സംഗതികൾ നാലാമത്തെ അധ്യായത്തിലത്തെ കുറച്ച് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ദീപാവലി എന്ന് പറഞ്ഞ് കുറച്ച് പേർക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ അവരുടെയും കൂടി സൗകര്യം എന്നുള്ള നിലയിൽ ഒരു സമ്മറി പ്ലസ് പുതിയ മറ്റേ ആപ്ലിക്കേഷൻ കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ട് അവസാനിപ്പിച്ചിട്ട് നമുക്ക് മൂന്നാമത്തെ അധ്യായം അടുത്ത ആഴ്ചയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അത് മാത്രമല്ല, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഒന്നും കൂടി അതിൽ കൂടെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും അത് കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലാക്കാനും ഓർമ്മയിൽ അല്ലെങ്കിൽ മനസ്സിലേക്ക് പതിപ്പിക്കാനും സാധിക്കും എന്ന് വിചാരിച്ചു. സോ വി വിൽ സ്റ്റാർട്ട് ഓഫ് ഫ്രം ദ ബിഗിനിങ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് വി ഗോ ത്രൂ ദിസ് അഗെയിൻ. എന്നിട്ട് സമ്മറൈസ് ചെയ്തിട്ട് ആപ്ലിക്കേഷനിലേക്ക് കിടക്കും. അപ്പോൾ ആദ്യം മുതൽ നമ്മൾ കണ്ടിരുന്നത് പോലെ തന്നെ ആദ്യം നമ്മുടെ ബ്രഹ്മന്റെ ഡെഫിനിഷൻ ഇൻഫിനിറ്റ് സെൽഫിനാണ് ബ്രഹ്മൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ബ്രഹ്മനെ ഇൻഫിനിറ്റ് സെൽഫ് എന്നാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. പഞ്ചഭൂതങ്ങളുണ്ട്, 5 ഫണ്ടമെന്റൽ matter types, the gunas, the 3 gunas, the 3 fundamental properties of nature, and the universe, അതിനെ പ്രപഞ്ചം and formed of panchabhutas plus forces of nature. അപ്പോൾ അത് ആ ഒരു ആസ്പെക്ട്, അത് യൂണിവേഴ്സ്, അത് ആ ഈശ്വരൻ അല്ലെങ്കിൽ the lord of the universe, the one that controls this whole universe, Ishvara, Lord, guiding principle behind names and forms, plus universal self another, and Atman is the individual self. Jiva is the individual self, the living entity comprised of the individual self, the Atman, the Panchakoshas, and all the modifications of the Panchakoshas. അതിനെയാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ
ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് ഈ ഡെഫിനിഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മൻ ഈശ്വരന്റെ ഉള്ളില്, ഈശ്വരൻ ബ്രഹ്മന്റെ ഉള്ളില് എന്നുള്ള നിലയിലുള്ള ഒരു വൺ ഇൻസൈഡ് ദി അതർ. അപ്പോ നമുക്ക് ആത്മൻ, നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മൻ ഈശ്വരനുമായിട്ട് വ്യത്യാസമില്ല, ഈശ്വരനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും അത് ബ്രഹ്മത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് ബോധ്യമാവും. ഇതാണ് നമ്മളെ ഒരു ഓവറോൾ ഡെഫിനിഷൻ എന്നുള്ള നിലയിൽ കാണേണ്ടത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഒരു ദാറ്റ് ഈസ് റൂട്ടഡ് ഇൻ അദ്വൈത വേദാന്ത ഫിലോസഫി എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ വി ടോക്ക്ഡ് അബൌട്ട് ദി കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ടോക്കിംഗ് അബൌട്ട് ദ കോൺഷ്യസ്നെസ്, അപ്പൊ അത് രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. വൺ ദി അട്രിബ്യൂട്ട് ഓഫ് എക്സിസ്റ്റൻസ് ആൻഡ് ദി അതർ വൺ ഈസ് ദി അട്രിബ്യൂട്ട് ഓഫ് ദി എക്സ്പീരിയൻസസ് ഓർ ദി അവയർനെസ് ഓഫ് ദി എക്സ്പീരിയൻസസ്. ഇത് രണ്ടാണ് കോൺഷ്യസ്നെസിന്റെ രണ്ട് ആസ്പെക്റ്റുകൾ. വൺ ഈസ് എ പ്രോപ്പർട്ടി, ദ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ഓഫ് കോൺഷ്യസ്നെസ് ഈസ് ദാറ്റ് പ്രോപ്പർട്ടി വിച്ച് ഗിവ്സ് us the existence, and the second is the function of consciousness which gives us the experiences of things that are ഡിഫറെന്റ് ഫ്രം ദാറ്റ് എക്സിസ്റ്റൻഷ്യൽ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി, മൈൻഡ്, ഇന്റലക്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ബോധവും ഈ മൈൻഡ്, ഇന്റലക്ട് ആൻഡ് ബോഡി, സെൻസസ്, അത് പുറമേയുള്ള ലോകവുമായിട്ട് ഇന്റർഫേസ് ചെയ്ത് അവിടെ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളും ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള അവയർനെസ് കേപ്പബിലിറ്റി, അതാണ് കോൺഷ്യസ്നെസ്സിന്റെ രണ്ട് ഫങ്ഷൻസ്. ആ രണ്ട് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. വൺ ഈസ് ദി അട്രിബ്യൂട്ടീവ് കോൺഷ്യസ്നസ് ആൻഡ് ദി അതർ വൺ ഈസ് ദ സബ്സ്റ്റാൻറ്റീവ് കോൺഷ്യസ്നസ് വിച്ച് ഗിവ്സ് റൈസ് ടു your awareness of the material objects in the outside world, including our body, mind and intellect. Appo the universal energy systems in the outside world impinges on our brain and our cells, biological cells and the neural cells, and gives rise to the intellect, mind and the body functioning of those. ഇതാണ് നമ്മൾ എങ്ങനെയാണ് ഈ ഈശ്വര ശക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്ത് നമ്മളിലൂടെ ഇന്റലക്ട്, മൈൻഡ് ആൻഡ് ബോഡിയിലൂടെ അത് പ്രകാശിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പിക്ചറാണ് കാണിച്ചത്. ആൻഡ് അതില് അപ്പൊ നമുക്ക് ഒന്നും കൂടി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കി. അതായത് ഈ കോൺഷ്യസ്നെസ്സിനെ രണ്ട് എന്ന് പറഞ്ഞുവെങ്കിലും അതിൽ രണ്ടാമത്തെ സംഗതിയെ രണ്ട് സ്ട്രീമായിട്ട് നമുക്ക് പിന്നീട് രണ്ട് സ്ട്രീമായിട്ട് അതിനെ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും. ആദ്യത്തത് എക്സിസ്റ്റൻസിൻ്റെ പ്രാജ്ഞ, ദ റൂട്ട് ഓഫ് ഇന്റലിജൻസ് എന്ന് അതിനെ വിളിക്കാം നമുക്ക്. അതാണ് നമ്മളുടെ ഈശ്വരത്വം അല്ലെങ്കിൽ ബ്രഹ്മത്വത്തിന്റെ എക്സിസ്റ്റന്റ് നോളജ് ആൻഡ് ബ്ലിസ്, സച്ചിദാനന്ദത്തിന്റെ പ്രതിദാനം നമ്മുടെ ഉള്ളിലുള്ള അത്. അവിടെ ആ ഫോഴ്സാണ് നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ആദ്യം ജ്വലിക്കുന്നത്. അതിൽ നിന്ന് പിന്നീട് സെൻസസും മൈൻഡും ഇന്റലക്ട് എല്ലാം ഉണ്ടായി കഴിയുമ്പോൾ അതിലൂടെ രണ്ട് വിധത്തിൽ തൈജസയായിട്ടും വിശ്വവുമായിട്ട് പ്രകാശിക്കുന്നു. അപ്പോൾ വൺ ഇസ് വി വിൽ കോൾ ഇറ്റ് ആസ് ദ അപ്ലിക്കേഷൻ ലെവലിൽ നോക്കുമ്പോൾ പവർ ഓഫ് ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നത്തെ പറ്റിയിട്ടല്ല അവിടെ പറയുന്നത്. ദ പവർ ഓഫ് ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ്, അതാണ് ഇൻഫാക്ട് ഉറക്കത്തിലുള്ള ഡ്രീംസും അതിൽ പെടും. ദ പവർ ഓഫ് ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ് ആൻഡ് ദ വിശ്വ ഈസ് ദാറ്റ് യൂണിവേഴ്സ് ഓഫ് അവർ എക്സ്പീരിയൻസസ്. പുറമേയുള്ള ഔട്ട്സൈഡ് ലോകത്തിൽ, പുറമേയുള്ള ബാഹ്യമായിട്ടുള്ള ലോകത്തിൽ നമ്മൾ എങ്ങനെ ഇടപഴകിയിട്ടുണ്ടാവുന്ന നമ്മളുടെ എക്സ്പീരിയൻസസ്, അതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പൊ ഈ തൈജസ ഈസ് ബേസ്ഡ് ഓൺ നമ്മുടെ എക്സ്പീരിയൻസസ്, മെമ്മറീസ്, പാഷൻസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്, അതെല്ലാം ആ ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസിന്റെ പോർഷനാണ്. വിശ്വം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് അവർ പ്രൊജക്ഷൻസ് ദ മൈൻഡ് ക്രിയേറ്റ്സ് ബേസ്ഡ് ഓൺ ദ സ്റ്റിമുലൈ ദാറ്റ് വി ഗെറ്റ് ആൻഡ് ഓൾസോ ദ നെസസിറ്റീസ് ദാറ്റ് വി തിങ്ക് ദാറ്റ് വി റിക്വയർ. അങ്ങനെയുള്ള രണ്ട് തൈജസ ആൻഡ് വിശ്വം ആയിട്ട് അത് പ്രകാശിക്കുന്നു. അപ്പോ തീർച്ചയായിട്ടും മനസ്സും ബുദ്ധിയും ശരീരവും എല്ലാം അതിൽ ഉൾപ്പെട്ടു ഈ തേജസ്സും വിശ്വ എന്ന് പറയുന്ന കോൺഷ്യസ്നെസിന്റെ ആസ്പെക്റ്റിൽ. അപ്പോൾ എന്ത് പറ്റി, നമുക്ക് വി സ്റ്റാർട്ടഡ് ഹാവിങ് anticipation of results or non-anticipation of results, or like you can say, call it as a likes and dislikes, or likes of attaining it as well as enjoying it. അപ്പൊ മൂന്ന് വിധത്തിലാണ് നമ്മളുടെ ഈ മൂന്ന് കോൺഷ്യസ്നെസ്സിലേക്ക് മൂന്ന് ഈ പറയുന്ന നോളജും ബ്ലിസ് ആസ്പെക്റ്റുകൾ വേർതിരിച്ചു വരുന്നത്. അപ്പോ ഈ ബ്ലിസ് ആസ്പെക്റ്റിന്റെ കാര്യങ്ങളാണ് ഈ പറയുന്ന likes and dislikes about the anticipation of the results, or likes and dislikes about the attainment of the objects of pleasure as well as enjoyment of those objects of pleasure. അങ്ങനെ നമുക്ക് അതിനെ പ്രിയ, മോദ ആൻഡ് പ്രമോദ എന്ന് പറയുന്ന മൂന്ന് കാറ്റഗറി ആയിട്ടുണ്ട്. അപ്പൊ അതായത് ആനന്ദം എന്ന് പറയുന്ന സംഗതി മനസ്സ്, ബുദ്ധി, ശരീരത്തിന്റെ ഉള്ളിലൂടെ ഈ ആത്മ ചൈതന്യം പ്രകാശിക്കുമ്പോൾ അത് ഈ ആനന്ദം നേരെ പ്രിയം, മോദം, പ്രമോദം ആയിട്ട് മാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ആനന്ദത്തിന്റെ ഒരു ചെറിയ റിഫ്ലക്ഷൻ മാത്രമേ ആവുന്നുള്ളൂ. ആ
പ്യുവർ ആനന്ദം ആവുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ആത്മതത്വത്തെ പുറത്തേക്ക് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും പ്രിയയും മോദവും പ്രമോദത്തിന്റെയൊക്കെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ആത്മതത്വത്തിനെ മറന്നു കളയുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോ അങ്ങനെ ആ ആത്മതത്വത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആ രണ്ടാമത്തെ അധ്യായത്തിൽ ആദ്യം കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തത്. അതിന്റെ ഒരു സമ്മറിയാണ് ഇവിടെ ഇരിക്കുന്നത്. 12ാമത്തെ ശ്ലോകം മുതൽ 28ാമത്തെ ശ്ലോകം വരെയുള്ള സംഗതികളിൽ അത് പറയുന്നുണ്ട്. സെൽഫ്, ദാറ്റ് ഇൻഫിനിറ്റ് സെൽഫ് വിച്ച് ഈസ് right within us as the Atman, that self is eternal, it is unchanging, it is the enlivener, and it is immortal, real, imperishable, infinite, pure energy. It is non-decaying, it is a life giver, it is undivided, it is the surplus of all that things that we possess, and inexplicable. It is very difficult to explain that, as well as it is universal, and it is the substratum എന്ന് പറയുന്ന കുറെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പൊ സെൽഫ് എന്താണ് എന്ന് നമുക്ക് അതിന്റെ ഡെഫിനിഷനും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഈ ആത്മതത്വത്തിനെ നമ്മൾ എങ്ങനെ ഇനി സന്തോഷം നമുക്ക് എങ്ങനെ ഏറ്റവും അടുത്ത് നമുക്ക് അത് ആസ്വദിക്കാം എന്നുള്ളതിന്റെ ഒരു റെപ്രസെന്റേഷൻ, പ്രാക്ടിക്കൽ റെപ്രസെന്റേഷനാണ് ജോയ് ഓഫ് ദ സെൽഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അതിന്റെ കുറെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ കണ്ടിരുന്നു, ഒരുപാട് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് കാണിച്ചു. ഇനി ഈ ആത്മതത്വം നമ്മളുടെ ഉള്ളിലെ മനസ്സ്, ബുദ്ധി, ശരീരം എന്ന് പറയുന്ന 3 സംഗതികൾ ലെയേഴ്സിലൂടെ, സെൻസസ്, ദ മൈൻഡ് ആൻഡ് ദ ഇന്റലക്ട്, അതിൽ കൂടി നമ്മൾ പുറമേയുള്ള ലോകത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ആദ്യം തന്നെ കോൺഷ്യസ്നെസ്സിന്റെ, ബോധത്തിന്റെ പ്രാജ്ഞ നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് അത് നമുക്ക് തരുന്ന അവയർനെസ്, അതിനെ പറ്റിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ സെൽഫിഷ് ഡിസയേഴ്സ് എന്ന് പറയുന്നത് ഈ സെൻസസ്, മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിന്റെ ഉള്ളിൽ കൂടെ സെൽഫ് പ്രകാശിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൻസസിന്റെയും മൈൻഡിന്റെയും ഇന്റലക്റ്റിന്റെയും ആഗ്രഹങ്ങൾ, അതാണ് സെൽഫിഷ് ഡിസയേഴ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മളെ പിന്നീട് മുമ്പോട്ട് പോകുന്നത്. അത് നമ്മളുടെ ഉള്ളിലുള്ള ആത്മതത്വത്തിനെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോവാനായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. അപ്പൊ അതിന് 3 ഗുണങ്ങളും അതിൻ്റെ ഉള്ളിൽ കളിക്കുന്നുണ്ട്. ഒന്ന് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അല്ലെങ്കിൽ പ്യൂരിറ്റി, പാഷൻ ആൻഡ് നെഗ്ലിജൻസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ ഈ മനസ്സിന്റെ, ശരീരത്തിന്റെ, സെൻസസിന്റെ ഉള്ളിൽ കൂടി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഈ പുറമേയുള്ള ലോകത്തില് നമ്മള് പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ നമ്മൾക്ക് അത് ഉപയോഗിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ദ്വന്ദ്വങ്ങള്, എക്സ്പീരിയൻസസ് ഓഫ് ഹോപ്പ് ആൻഡ് അസ്പയർ ആൻഡ് ആങ്സൈറ്റീസ് ഓഫ് അക്വയറിംഗ് വാട്ട് ഈസ് നോട്ട് അവേഴ്സ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ആങ്സൈറ്റീസ് ആൻഡ് അജിറ്റേഷൻസ്, നമുക്ക് ഇല്ലാത്തതായിട്ടുള്ള സംഗതികളെ പുതിയതായിട്ട് ഉണ്ടാക്കാനും, അതുപോലെ അജിറ്റേഷൻസ് ഓഫ് ഉള്ളതിനെ കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള നമ്മളുടെ ആകാംക്ഷ, ഇതൊക്കെ ആയിട്ട് പുറമെ പ്രതിഫലിപ്പിക്കുന്നു. ദ്വന്ദ്വങ്ങളും യോഗം, ക്ഷേമത്തിന്റെ കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. സെൽഫിഷ് ഡിസയേഴ്സ് ആണ് അതിനെ ഡ്രൈവ് ചെയ്യുന്നത്. അത് പകരം നമ്മൾ ആ ഗുണങ്ങളെ അതീതമായിട്ട് നമുക്ക് സത്വഗുണ പ്രധാനമായിട്ട് ഈ ആത്മതത്വത്തിലുള്ള ആത്മരതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ, ജോയ് ഓഫ് ദ സെൽഫില് നമുക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ, അപ്പോൾ ഉണ്ടാവുന്ന ഒരു മനസ്സിന്റെ ഇക്വാനിമിറ്റി, ഇന്റലക്റ്റിന്റെ ഒരു സ്റ്റഡിനെസ്, അതാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം തീർച്ചയായിട്ടും മനസ്സും ബുദ്ധിയും ശരീരത്തിന് കിട്ടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ്. അതായത് അത് കിണറ്റിൽ നിന്നുള്ള വെള്ളത്തിന് വേണ്ടി നമ്മള് എന്താ പറയാ ഇരിക്കുന്നത് മാതിരിയാണ്. എപ്പോൾ പുറമെ വലിയൊരു റിസർവോയർ ഓഫ് പ്യുവർ വാട്ടർ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ കിണറ്റിലത്തെ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് മാതിരിയാണ് ഈ സെൻസസ്, മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഇരിക്കുന്നത്. കാരണം അതിനേക്കാൾ എത്രയോ വലിയ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കും ത്രൂ എൻജോയിങ് ദ joys of the self, or through being motivated by the joys of the self, you can definitely acquire much more sustainable happiness and fulfillment instead of being running after the sense of mind and the intellect. അപ്പൊ അതാണ് നമ്മൾ ആദ്യത്തെ ഇതിൽ കണ്ടത്. അപ്പൊ നോളജ് ഓഫ് ദ സെൽഫും അതിന് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ്ലെസ് വർക്ക്, അതായത് ഈ ജോയ്സ് ഓഫ് ദ സെൽഫിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനെയാണ് ഫണ്ടമെന്റലി സെൽഫ്ലെസ് വർക്ക് എന്ന് പറയുന്നത്. അത് തന്നെ ഈ സെൽഫ്ലെസ് വർക്ക് നമുക്ക് സാധാരണ ഒരു വിധത്തിലും കൂടെ കാണുകയാണെങ്കിൽ നമ്മൾ ഈഗോ ആണ് നമ്മളുടെ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിൽ കൂടെ നമ്മളെ സെൽഫിഷ്നെസ്സിലേക്ക് എത്തിക്കുന്നത്. എന്നിട്ട് ഈ പ്രിയ, മോദ, പ്രമോദം എന്ന് പറയുന്ന സന്തോഷങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചേർക്കുന്നത്. ആ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ചിത്രമാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ അത് മാറ്റി നമ്മൾ ആ സെൽഫിനെ പറ്റി
ആലോചിക്കാൻ തുടങ്ങുമ്പോൾ, ഈഗോ സബ്ലിമേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സന്തോഷം, ജോയ്സ് ഓഫ് ദ സെൽഫ്, അതാണ് സെൽഫ്ലെസ്നെസ്സിലേക്ക് എത്തിക്കുന്നത്. ഇത് എന്തുകൊണ്ടെന്നാൽ നമ്മളെ ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ സാധാരണ നമ്മുടെ മനസ്സ്, ബുദ്ധി, ശരീരത്തിന്റെ ആയിട്ട് അതിന്റെ ആ സന്തോഷങ്ങളെ നമുക്ക് ഉണ്ടാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ നമ്മളുടെ ആത്മതത്വം ആണ് നമ്മൾ ശരിയായിട്ടുള്ള നാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ അറിയേണ്ടതും. അതാണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് നമ്മൾ മാറ്റേണ്ടത്. അത് ഈ പറയുന്ന മനസ്സ്, ബുദ്ധി, ശരീരം എന്നിവയുടെ സന്തോഷങ്ങളെക്കാട്ടിലും വലിയ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മനസ്സിന്റെയും ബുദ്ധിയുടെയും ശരീരത്തിന്റെയും പുറകെ പോകുന്ന ഒരു തെറ്റിദ്ധാരണകൾ, അത് പോയിട്ടുണ്ടാവുന്ന തെറ്റിദ്ധാരണകൾ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതായത് എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് സാധ്യമല്ല എന്നൊക്കെയുള്ള ചിന്തകൾ, ആ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത പ്രവർത്തന ശൈലികൾ, അതുകൊണ്ടുണ്ടാവുന്ന ഡെസ്പയർ, ഹോപ്പ് ആൻഡ് ഡെസ്പയർ, ഇതിലെല്ലാം കരകയറിയിട്ട് നമുക്ക് എപ്പോഴും നല്ല ദൃഢമായ വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ ഉള്ളിലിരിക്കുന്നത് ഈശ്വര തത്വം തന്നെയാണ്, അത് എനിക്ക് വേണ്ട വിധത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ള ആത്മധൈര്യത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും നമുക്ക് മുമ്പോട്ട് പോവാൻ സാധിക്കും. ആ സ്ഥലങ്ങളെയാണ് കർമ്മയോഗം എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇനി 3ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ വരാൻ പോകുന്നത്. ഈ ജോയ്സ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി ഉണ്ടാവുന്ന ഒബ്ജക്ട്സ്, പുറമേയുള്ള ലോകത്തിലെ ഒബ്ജക്ട്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ലോകവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുമ്പോൾ, അതില് നമ്മൾ ഈ ആത്മതത്വത്തിന്റെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഇപ്പോഴുള്ള കേപ്പബിലിറ്റീസിനെ വലുതാക്കിയെടുക്കുവാനും അതുപോലെ പുതിയതായിട്ടുള്ള കഴിവുകളെ നമുക്ക് ശേഖരിച്ചെടുക്കുവാനും, രണ്ടിനും നമ്മൾ ഇത് പ്രവർത്തിപ്പിക്കാൻ ആയിട്ട് സാധിക്കണം എന്നാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇനി ഇങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെ ചെയ്യുന്ന ഒരാള്, അയാളെ എങ്ങനെ നമുക്ക് കാണാൻ പുറമേയുള്ള ലോകത്തിൽ അവര് ഹൗ ഡു ദേ ആക്ച്വലി work in this world and how can you describe such a person എന്ന് അർജുനൻ ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് പിന്നീട് 4 ക്വാളിറ്റീസിനെ പറ്റി പറഞ്ഞു. ഒന്ന് ദി സെൽഫിഷ്നെസ് ഇല്ലാത്ത ഒരാള്, പിന്നെ ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ്, ആൻഡ് പിന്നൊന്ന് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, അത് രണ്ടും ഇല്ലാതെ നമ്മുടെ ഡ്യൂട്ടി, കർമ്മമണ്ഡലങ്ങളിൽ ഡ്യൂട്ടി, സെൻസ് ഓഫ് ഡ്യൂട്ടി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ശൈലി. പിന്നെ ഇന്ദ്രിയ സംയമ എന്ന് പറയുന്ന 4ാമത്തെ ക്വാളിറ്റി, അതായത് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്ത് മോഡറേറ്റ് ചെയ്തിട്ട് നിർത്താനും, എന്നിട്ട് ഈ പറയുന്ന ക്വാളിറ്റീസ് ഓഫ് സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്, നല്ല ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു കഴിവുള്ളവര് ഒരാള്. അതായത് വൺ ഹു ഈസ് സെൽഫ്ലെസ്, വൺ ഹു ഈസ് ഇക്വാനിമസ്, വൺ ഹു ഈസ് ഇക്യൂപോയിസ്ഡ് ആൻഡ് വൺ ഹു ഈസ് റൂട്ടഡ് ഇൻ ദ സെൽഫ്. ഹി ഈസ് എ ഫിയർ. ഹി ഈസ് അങ്ങനെയുള്ള ഒരാളാണ് പറയുന്ന പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരുന്ന ഒരു വ്യക്തിയുടെ ചില കലകൾ, അതായത് വേ ഇത് എക്സിബിറ്റ് എന്നുള്ളതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സച്ച് പീപ്പിൾ. പിന്നീട് ഈ സെൽഫിഷ്നെസ് സബ്ലിമേറ്റ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളുടെ ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെയും കൂടുതൽ വേണം എന്നുള്ള ആഗ്രഹവും, ആ ക്രേവിങ് ഉണ്ടാക്കിയിട്ട് ആൻഡ് വി ഗെറ്റ് ഇൻ ടു എ ലൂപ്പ് ഓഫ് ബോണ്ടേജ് ഓഫ് സെൽഫിഷ്നെസ്. അതിന് നമ്മൾ ഈ പറയുന്ന സ്വാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാണ്ട് വെറുതെ കടിച്ചു പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് പിന്നീട് എപ്പോഴെങ്കിലും പുറത്തേക്ക് വന്ന് അതിലും വലിയ ദ്രോഹങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ് ഗീത പറയുന്നത്? നമ്മളുടെ ആത്മതത്വത്തിനെ പറ്റി ശരിക്കും മനസ്സിലാക്കി ആ ആത്മതത്വത്തിനോടുണ്ടാവുന്ന പ്രേമം ജനിപ്പിച്ച് അതിൽ ഇൻസ്പയർഡ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമ്പോഴാണ് ഈ പറയുന്ന ബോണ്ടേജ്, സെൽഫിഷ്നെസിന്റെ ബോണ്ടേജ് അല്ലെങ്കിൽ ക്രേവിംഗ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുക. അതിനെയാണ് ഡിവോഷൻ എന്നുള്ള ഒരു ഭക്തി എന്ന് പറയുന്ന വാക്കിൽ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോ ഇത് ചെയ്യാനായിട്ട് നമുക്ക് പുറമേ നിൽക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ പറയുന്ന ബ്രൂഡിങ് കാരണമാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ ഇത് പിന്നെയും ബ്രൂഡിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും പ്ലഷേഴ്സ് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ചെയ്തിരുന്നുവെങ്കിൽ കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന നമ്മളുടെ ആ സുഖങ്ങൾക്ക് പുറമേയുള്ള ബ്രൂഡിങ്, അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി തരും. ആ അറ്റാച്ച്മെന്റ് ആണ് പിന്നീട് സെൽഫിഷ് ഡിസയേഴ്സ് ആയി മാറുന്നതും, അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ദേഷ്യം, ആങ്കറായി മാറുന്നത്. ആ ദേഷ്യം വരുമ്പോൾ ബുദ്ധിക്ക് ഒരു മങ്ങലുണ്ടാവുന്നു, ഡെലൂഷൻ.
അപ്പൊ നമ്മളുടെ ഇത് അതുവരെയുള്ള ജ്ഞാനം തന്നെ മറന്നു പോകുന്നു, നമ്മുടെ ബുദ്ധി നശിക്കുന്നു, അങ്ങനെ നമ്മൾ വശത്തിലേക്ക് പോകുന്നു എന്ന് 3 ശ്ലോകങ്ങളിൽ 61, 62, 63 ശ്ലോകങ്ങളിൽ 62 and 63 വേഴ്സസിൽ അതിനെ പറ്റിയിട്ടും പറഞ്ഞു. അത് പിന്നീട് പറഞ്ഞത് ഈ സ്റ്റഡിനെസ് ഓഫ് ഇന്റലക്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. കൺട്രോൾ ഓഫ് സെൻസസ് ഈ ഇന്ദ്രിയങ്ങളെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കണം ഒന്ന്. പിന്നെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അടിമപ്പെട്ടു പോവാണ്ട് ആവശ്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ശാന്തിയും സമാധാനവും ഒക്കെ കൈവന്നു ചേരും. പിന്നീട് അത് അപ്പോഴാണ് നമുക്ക് ആ ഗ്രീഫിൽ നിന്ന് അല്ലെങ്കിൽ സങ്കടങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കുന്നതും ഇന്റലക്ട് സ്റ്റഡിയുമാവുന്നത്. അത് ജോയ്സ് ഓഫ് ദ സെൽഫും സ്റ്റേറ്റ് ഓഫ് ദ ഫ്ലോ എന്ന് പറയുന്ന ആത്മതൃപ്തിയും അതുമാതിരി നമുക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫ്ലോ, സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. ഇത് മനസ്സിന്റെയും ബുദ്ധിയുടെയൊക്കെ റിഫൈൻമെന്റ് പ്രോസസ്സിന്റെ ഒരു ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. അതല്ലാണ്ട് നമ്മൾ ഈ സെൻസസിന്റെ പുറകെ പോകുമ്പോൾ പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റിക്ക് നാശം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഇതില് പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ മനസ്സ്, ബുദ്ധി, ശരീരം അതിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അൺസ്റ്റഡി ഇന്റലക്റ്റോട് കൂടിയിട്ട് ബുദ്ധിഭ്രമം കാരണം നമ്മൾ അതായത് സെൽഫ് എന്താണെന്ന് മറന്നുപോയി, എന്നിട്ട് മനസ്സും ബുദ്ധിയും ശരീരത്തിനുമാണ് ഞാൻ എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്നതിനെയാണ് ഈ അൺസ്റ്റഡി ഇന്റലക്റ്റിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ. അല്ലെങ്കിൽ ചില സമയത്ത് യെസ് ഇങ്ങനെയൊക്കെ എനിക്ക് അറിയാം പക്ഷെ എന്നാലും എന്ന് പറഞ്ഞ് മറ്റേ നമ്മളുടെ ഈ പുറമേയുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങള്, പ്ലഷേഴ്സ്, അതാണ് വലുത് എന്നുള്ള ആ ഒരു ചിന്തയില് പ്രവർത്തിക്കുമ്പോൾ എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ആത്മതുഷ്ടിയോടുകൂടി ഉള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന വലിയ സന്തോഷങ്ങളെ പറ്റി ഞാൻ അറിയുന്നില്ല, ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഇരുട്ടിലാണ് അങ്ങനെയുള്ള ആൾക്കാർ. എന്നാൽ അതേസമയം ആത്മതുഷ്ടിയിൽ അധിഷ്ഠിതമായിട്ട് ഒന്ന് കുറച്ചത് രുചിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തിന്റെ ആ വലിയ ഒരു അറിഞ്ഞു കഴിഞ്ഞ ഒരാൾക്ക് ഈ പ്ലഷേഴ്സ്, സെൻസസിന്റെ പ്ലഷേഴ്സിന്റെ എന്ന് കിട്ടുന്ന സന്തോഷം ശരിക്കും പറയുകയാണെങ്കിൽ ഇരുട്ടിലായിരിക്കും, മറ്റേതിലാണ് വെളിച്ചം കാണുന്നത് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളെ എത്തിക്കുന്നു. The joys of the self that light up the person of perfection is never understood by the average people. Pleasures that light up the average will never excite the perfect. ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലേക്കും കൂടി ഇന്ന് നമുക്ക് കിടക്കാം. അപ്പോൾ അതെന്താണ് ഗീത ഇന്റലിജൻസ് പെർസ്പെക്റ്റീവില് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാർ പെർഫോമർ ആൻഡ് ആൻ ആവറേജ് പെർഫോമർ. അപ്പോൾ അതിന്റെ ഒരു വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള റിഫ്ലക്ഷൻ എന്താണെന്ന് വെച്ചാൽ challenges are opportunities for the star performer. സ്റ്റാർ പെർഫോമേഴ്സിന് ബുദ്ധിമുട്ടുകളോ ചാലഞ്ചസോ വരുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നു, ഒരു വെളിച്ചമായിട്ട് കാണുന്നു. ഫോർ ദി ആവറേജ് പെർഫോമർ ചാലഞ്ച് ബിക്കംസ് പ്രോബ്ലം, അത് പ്രോബ്ലമായി മാറുന്നു. അതാണ് അവിടെ കാണുന്നത്. അതായത് സ്റ്റാർ ആയിട്ടുള്ള ഒരാൾക്ക് ചലഞ്ചസ് വെളിച്ചം നൽകുന്നു, അതേസമയം ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് ചാലഞ്ചസ് ഇരുട്ടാവുന്നു. ഇതാണ് പ്രോബ്ലം. ബീയിങ് ഇൻ ദ കംഫർട്ട് സോൺ is a challenge for the star. അതേമാതിരി തന്നെയാണ് കംഫർട്ട് സോണിൽ വീണ് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ ചാലഞ്ച് ഫോർ ദ സ്റ്റാർ പെർഫോമർ. കംഫർട്ട് സോൺ അത് അവിടെ ഇരുട്ടാണ്, കംഫർട്ട് സോൺ ഇരുട്ടാണ് സ്റ്റാർ പ്ലെയേഴ്സിന്. ആവറേജ് പെർഫോമർ ഈസ് ഹാപ്പി ടു ബി ഇൻ ദ കംഫർട്ട് സോൺ. ആ കംഫർട്ട് സോൺ വെളിച്ചവും ആണെന്ന് വിചാരിച്ച് അവർ നിൽക്കുന്നത്. ഇതാണ് ഈ സ്റ്റാർ പെർഫോമറും ആവറേജ് പെർഫോമറും തമ്മിലുള്ള വ്യത്യാസം. ഇത് തന്നെയാണ് ഇവിടെ ഈ പറയുന്ന ഈ തത്വം നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് ജീവിതത്തിലെ ചാലഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കാണാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള അപ്രോച്ച്. അതേസമയം ഈ ചാലഞ്ച് വരുമ്പോൾ അതിൽ നിന്ന് ഓടി ഒളിക്കല് അല്ല. അതുമാതിരി തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ജോലികളിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ നമുക്ക് വളരെ ഒരു കംഫർട്ട് അനുഭവിക്കുന്ന ഒരു സ്റ്റേറ്റിൽ വന്നാൽ യു ഷുഡ് നോട്ട് ബി ഹാപ്പി, ബിക്കോസ് അതായിരിക്കണം ആ കംഫർട്ടിൽ ഇരിക്കുന്നത് ഒരു ചാലഞ്ചായി കരുതാൻ സാധിക്കണം സ്റ്റാർസിന്. അപ്പൊ ദെൻ ദേ വിൽ ഡു സംതിങ് അബൌട്ട്. അങ്ങനെയാണ് സ്റ്റാർസ് ആവുന്നത്. ആവറേജ് പെർഫോമറോ അതിന്റെ ഉള്ളിൽ അവിടെ ഇരുന്ന് സന്തോഷം ആ ചെറിയ ഒരു കൂപമണ്ഡൂകമായിട്ട് അവർ മാറുകയും ചെയ്യും. ഈ ഒരു പെർസ്പെക്റ്റീവ് ആണ് ഒരു പിന്നലെ പോലെയുള്ള ഒരാൾക്ക് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് നമുക്കൊക്കെ വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. അപ്പോ എന്നിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഈ അപ്രോച്ചിൽ നമ്മൾ ചെയ്താൽ വിത്ത് ദാറ്റ് മോട്ടിവേഷൻസ്, വിത്ത് ദോസ് മോട്ടിവേഷൻസ് ഓഫ് ദ സുപ്രീം ജോയ്സ് ഓഫ് ദ സെൽഫ്,
combined with this kind of sense of duty and the right attitudes, then you will definitely be able to attain that mental peace and focus of mind and steadiness of intellect. Thereby, you will enter into a state of flow in whatever you think and do. This is the state of the infinite self. If you reach this state, you will not be deluded anymore. All your actions will be rooted in the self. The self will start expressing through your body, mind and intellect. എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തും. നമ്മൾ ഈശ്വര തത്വം നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രകാശിച്ച് നമ്മുടെ മനസ്സ്, ബുദ്ധി, ശരീരം എന്നിവയിലൂടെ പുറത്തേക്ക് പ്രകാശിക്കാൻ തുടങ്ങും. അതല്ലെങ്കിൽ മനസ്സും ബുദ്ധിയും ശരീരത്തിന്റെ ഇല്ലായ്മകളും കഴിവുകേടുകളും അല്ലെങ്കിൽ അതിന്റെ കുറവുകളും ഒക്കെ അതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ ഒരു ആവറേജ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയി പാടില്ല എന്നാണ് നമുക്ക് ഗീത നമ്മളെ പഠിപ്പിച്ചത്. ഇതാണ് ശരിക്ക് രണ്ടാമത്തെ അധ്യായത്തിലെ ഭഗവത്ഗീതയുടെ തന്നെ ഒരു ആകത്തുക എന്നുള്ള മട്ടില് ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തത്. ഇനി ഇതിന്റെ അയവർക്കലാണ് പിന്നീടുള്ള ഇനി വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് we will see this. ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ? ദ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് the mental state of operation in which a person doing a duty or carrying out something is fully immersed in it with a feeling of energized focus. ഒരു എനർജിയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും. എപ്പോഴും പോസിറ്റീവ് എനർജിയിൽ നമ്മൾ വളരെ വളരെ അതായത് നമ്മളുടെ ഗോൾ സെറ്റിംഗ്, ആ ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോളിലേക്കുള്ള പ്രയാണത്തില് വളരെ ഭക്തിയോട് കൂടിയിട്ട് ഫോക്കസ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റ് വിത്ത് എനർജി, ഫുൾ ഇൻവോൾവ്മെന്റ് അതിൽ. അതായത് വി ആർ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ദാറ്റ് ഓൺലി. വി ആർ നോട്ട് വറീഡ്, വി ഡു നോട്ട് റിഗ്രറ്റ് ദ പാസ്റ്റ്, neither are we anxious over the results of the actions that will accrue to us, and nor are we agitated in the present, but we focus on the process and we engage in action and enjoyment in the process of activity. അത് അതിൽ ഇൻവോൾവ്ഡും എൻജോയ് ചെയ്തുകൊണ്ടും പ്രവർത്തിക്കുന്ന സംഗതി, അതാണ് സ്റ്റേറ്റ് ഓഫ് ഫ്ലോ. ആ സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലേക്ക് അല്ലെങ്കിൽ ഇൻ ദ സോൺ എന്നാണ് നമ്മൾ അതിനൊക്കെ വിളിക്കുക. So if you want to be doing things in the zone, then you need to have all these capabilities instilled in your mind and intellect and exposed to your physical action. അതാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ സെൽഫ് അനലിറ്റിക്സിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതില് ഈ രണ്ടാമത്തെ അധ്യായത്തില് നോളജ് ഓഫ് ദ സെൽഫ് ആദ്യം, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ്ലെസ് വർക്ക്, പിന്നെ റിഫൈൻമെന്റ് ഓഫ് മൈൻഡ്, കോൺസെപ്റ്റ് ഓഫ് ഡിവോഷൻ അവിടെ കൊണ്ടുവന്നു, ആൻഡ് അൾട്ടിമേറ്റ്ലി ഫിനിഷ്ഡ് വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്ന ഇതിലേക്ക് കൊണ്ട് നിർത്തുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇതാണ് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ കണ്ടത്. ആ രണ്ടാമത്തെ അധ്യായത്തിൽ കണ്ട സംഗതികളെ നമുക്ക് ഒന്നുകൂടി ഒരൊറ്റ ചിത്രത്തിലൂടെ ഇത് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഒന്നോ രണ്ടോ ചിത്രങ്ങളിലൂടെ. എക്സിസ്റ്റൻസ് ആദ്യം നമ്മൾ പറയുന്നത് എക്സിസ്റ്റൻസ് ഈസ് സസ്റ്റൈൻഡ് ബട്ട് എക്സ്പീരിയൻസസ് ആർ ഫ്ലീറ്റിംഗ് എന്നാണ് പറയുന്നത്. നമ്മളുടെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ ദ പവർ ഓഫ് എക്സിസ്റ്റൻസ് വിത്തിൻ us ഈസ് സംതിങ് വിച്ച് ഈസ് ഓൾവേസ് ദർ. അത് നമ്മളുടെ ശരീരം പോയാലുണ്ട്. അത് കാരണം പ്രപഞ്ചത്തിൽ നിന്ന് ആവാഹിച്ചെടുത്ത ശക്തികളാണ് അതൊക്കെ. അത് അവിടെ തന്നെ ഉണ്ടാവും. ആ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. So existence is something that is sustained, but experiences are fleeting. The awareness of the external world is എന്നുള്ള ആ തത്വം അവിടെ പറഞ്ഞു തരികയാണ് ചെയ്തത് ആദ്യം. അപ്പൊ അതിലാണ് പ്രാജ്ഞ, തൈജസ, വിശ്വ എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ നമ്മൾ കണ്ടു. ദാറ്റ് ആക്ച്വലി വർക്ക്സ് ത്രൂ ദ ബ്ലിസ് ഫാക്ടർ ആയിട്ടാണ് നമ്മുടെ പുറമെ. അതായത് നമ്മളെല്ലാത്തിനും എന്തിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് വാട്ട് ഈസ് ഒരു അൾട്ടിമേറ്റ് എയിം? ടു ബി ഹാപ്പി. അല്ലെ, എല്ലാവരുടെയും ടു ബി ഹാപ്പി എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ആവശ്യമുള്ളത്. അല്ലേ, ഒരാളും എനിക്ക് സങ്കടം തരണേ എന്ന് പറയുന്നില്ല. അത് നമ്മൾ ആപ്പാടെ കേട്ടിരിക്കുന്ന ഭാഗവതത്തിലോ മറ്റോ അല്ലെങ്കിൽ മഹാഭാരതത്തിലുണ്ടെന്ന് തോന്നുന്നു. കുന്തിദേവി പറയുന്നത് എനിക്ക് സങ്കടം തരണേ എന്നാലേ ഞാൻ ആലോചിക്കുള്ളൂ എന്ന് പറയുന്ന ചില എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ഇത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ആലോചിച്ച് നോക്കാം, നമുക്ക് ഈ ജീവിതത്തിൽ സന്തോഷം കിട്ടണം, സന്തോഷം വേണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മളുടെ തന്നെ തത്വമാണത്. സത് ചിത് ആനന്ദം. സത് എക്സിസ്റ്റൻസ് ആൻഡ് ചിത് ദ നോളജ്. അത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ആസ്പെക്ട് ദ നോളജ്. ഞാൻ ഐ എം സത്, ഐ എം ചിത്, ഐ എം നോളജ്, സോറി ഐ എം ആനന്ദ. ആ ആനന്ദം പുറമേക്ക് പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള വെമ്പൽ, അതാണ് നമ്മളുടെ ഈ ആഗ്രഹം എന്ന് പറയുന്നത്. കാരണം അതിനെ മൂടിയിട്ടൊക്കെയാണ് മനസ്സും ബുദ്ധിയും ശരീരവും കൊണ്ട്. അപ്പോ അത് സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയി മാറും. അതൊക്കെ മനസ്സിന്റെയും ബുദ്ധിയുടെയുമാണ്. അപ്പൊ അതിൽ നിന്ന് വേർപെട്ട് അതിൽ നിന്ന് നമുക്ക് ഒരു എന്താ പറയാ, വി വാണ്ട് ടു ഗെറ്റ് ഫ്രീഡം ഫ്രം ദാറ്റ്. അതാണ് നമ്മളുടെ ക്വസ്റ്റ് ഫോർ അല്ലെങ്കിൽ തേഴ്സ്റ്റ് ഫോർ ഹാപ്പിനെസ് എന്ന് പറയുന്നത്.
ആ ബ്ലിസ്, ദാറ്റ് ബ്ലിസ് ബട്ട് ഈസ് എന്താ പറയുക അറ്റന്യുവേറ്റഡ്. അതായത് അത് ആ ഫുൾ ബ്രഹ്മത്തിന്റെ സച്ചിദാനന്ദ സ്വരൂപത്തിന്റെ ആനന്ദം ഒരിക്കലും നമുക്ക് കിട്ടാൻ പറ്റില്ല. മനസ്സ് ബുദ്ധി ശരീരത്തിന്റെ ഉള്ളിൽ കൂടെ പ്രവർത്തിക്കുമ്പോൾ അത് കുറഞ്ഞു പോകുന്നു. അതാണ് മോദം പ്രമോദം ഒക്കെ ആയിട്ട് മാറുന്നത്. നമുക്ക് പ്രിയം, മോദം ആൻഡ് പ്രമോദം. അതെന്തൊക്കെയാണ്? ദി ഹാപ്പിനെസ് ഓഫ് ആന്റിസിപ്പേഷൻ, ദി ഹാപ്പിനെസ് ഓഫ് അറ്റൈൻമെന്റ് ആൻഡ് ദി ഹാപ്പിനെസ് ഓഫ് എൻജോയ്മെന്റ് ഓഫ് വാട്ട്? ഓഫ് തിങ്സ് ഇൻ ദി ഔട്ട്സൈഡ് വേൾഡ്. പുറമേയുള്ള ലോകത്തിലുള്ള ഒബ്ജക്ട്സ് ഓഫ് ദി ഔട്ട്സൈഡ് വേൾഡ്. ആ ഒബ്ജക്ട്സിൽ നിന്ന് കിട്ടാവുന്ന സന്തോഷത്തിനെ പറ്റിയിട്ടുള്ള ആന്റിസിപ്പേഷനായി മാറുന്നു. അത് കിട്ടുമ്പോൾ, കൈ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷമായി മാറുന്നു. അല്ലെങ്കിൽ അത് ആസ്വദിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളായി മാറുന്നു. അതാണ് മൂന്ന് ഈ പറയുന്ന ആനന്ദം മാറിപ്പോകുന്നത്. അപ്പൊ അതിനെ, ഈ പറയുന്ന ആനന്ദങ്ങളെ മാറ്റി അത് നമ്മളെ സച്ചിദാനന്ദത്തിന്റെ ആ ഒരു സ്പാർക്കിലേക്ക് പോകാനായിട്ട്, സച്ചിദാനന്ദത്തിലേക്ക് പോകാനായിട്ടുള്ള നമ്മളുടെ വെമ്പലാണ്. ആത്മതുഷ്ടിയിൽ നിൽക്കാനായിട്ടുള്ള നമ്മുടെ വെമ്പൽ, അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് ജോയ്സ് ഓഫ് ദ സെൽഫ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഈ പറയുന്ന സെൻസ് ഓഫ് ഡ്യൂട്ടി, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സെൻസ് ഓഫ് ഡ്യൂട്ടി ഉണ്ടാവണം, കർമ്മത്തിലെ ആറ്റിറ്റ്യൂഡ്സ്, പ്രോപ്പർ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പ്രോപ്പർ മോട്ടിവേഷൻസ് എന്നൊക്കെ പറഞ്ഞ് തരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങളൊക്കെ ഈ പറയുന്ന പുറമേ നിന്ന് കിട്ടുന്ന സന്തോഷത്തിനെക്കാട്ടിലും ഉള്ളിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങളാണ്. അപ്പൊ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ എവിടെ നിന്നുള്ളത്? അത് നമ്മളുടെ തത്വത്തിൽ നിന്ന് വരുന്ന സന്തോഷങ്ങളായി മാറും. ഇതിനെയാണ് ജോയ്സ് ഓഫ് ദ സെൽഫ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അത് സെൽഫ്, അതാണ്. അപ്പൊ ഈ പ്രാജ്ഞ എന്ന് പറയുന്ന എക്സിസ്റ്റൻസ് നമുക്ക് തരുന്നതായിട്ടുള്ള ആ ശക്തിയാണ് സെൽഫ്. ബാക്കി തേജസ വിശ്വ എന്ന് പറയുന്ന നമ്മുടെ പുറമേയുള്ള ലോകവുമായിട്ട് കണക്ട് ചെയ്യാൻ ഉണ്ടാകുന്ന നമ്മുടെ ശക്തിയും അവയർനെസ്സും ആയി ആണ്. അത് സെൻസസും മൈൻഡും ഇന്റലക്റ്റും ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല. അപ്പോ ഇതല്ലാണ്ട് ഉണ്ടാകുന്ന നമ്മളുടെ പ്രജ്ഞ, അതാണ് സെൽഫ് എന്ന് പറയുന്നത്. ആ സെൽഫ് എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സൽ ഈശ്വര തത്വം നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ സ്പന്ദനത്തോടു കൂടി ഇരിക്കുന്ന ആ ശക്തി, സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തി, അത് തന്നെയാണ് ബ്രഹ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നതും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ട് ആദ്യം പറഞ്ഞു. അതായത് 2:11 to 2:30 we talked about those 12, 13, 14, 15, 16, 17, 18, 19. ആ ഓരോ ശ്ലോകങ്ങളിലും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെ സെൽഫിനെ പറ്റിയിട്ട് പറഞ്ഞു തരികയാണ്. എറ്റേണൽ, അൺചേഞ്ചിങ്, ഇൻലിമിനർ, ഇമ്മോർട്ടൽ, റിയൽ, ഇംപെരിഷബിൾ, ഇൻഫിനിറ്റ്, പ്യുവർ, നോൺ ഡീക്കേയിങ്, ലൈഫ് ഗിവർ, അൺഡിവൈഡഡ്, സട്ട്ലസ്റ്റ്, ഇൻഎക്സ്പ്ലിക്കബിൾ, യൂണിവേഴ്സൽ ആൻഡ് ഈസ് ഗ്രേറ്റർ എന്ന് പറയുന്ന അതാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രാജ്ഞയായിട്ടിരിക്കുന്ന ശക്തി. അത് ഈ പറയുന്ന ആദ്യത്തെ ഒരു 20 ശ്ലോകങ്ങളിൽ അതിനെ പറ്റിയിട്ടുള്ള വർണ്ണനയായിരുന്നു രണ്ടാമത്തെ അധ്യായത്തിൽ. പിന്നീട് ടോക്ഡ് അബൌട്ട് ദ സെൻസ് ഓഫ് ഡ്യൂട്ടി. കർമ്മയോഗ ഈസ് എ വിൻ വിൻ ആറ്റിറ്റ്യൂഡ്. 31 മുതൽ 51 വരെയുള്ള 21 ശ്ലോകങ്ങളിൽ സെൻസ് ഓഫ് ഡ്യൂട്ടി, ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്, വർക്ക്, ഡെഫിനിഷൻ ഓഫ് വർക്ക് ആൻഡ് ദ സുപ്രീം മോട്ടിവേഷൻസ്, ദ ലോ ഓഫ് വർക്ക്, സുപ്രീം മോട്ടിവേഷൻസ്, ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ് ആൻഡ് എക്സ്പെരിറ്റി ഓഫ് സ്കിൽസ് എന്ന് പറയുന്ന ആ ഡെഫിനിഷൻസ് കർമ്മയോഗത്തിന്റെ പ്രിൻസിപ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അത് ആ വഴി നമ്മൾ പ്രവർത്തിച്ച് ആത്മതത്വത്തിലേക്ക് ഉയർന്നു വരുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുക? ബിക്കോസ് ഓഫ് പ്യൂരിറ്റി, പാഷൻ ആൻഡ് നെഗ്ലിജൻസ് വി ഗെറ്റ് എംബ്രോയിൽഡ് ഇൻ ദി ഹോപ്പ് ആൻഡ് അസ്പയർ, ഡൈക്കോട്ടമീസ്, ആൻസൈറ്റീസ് ഓഫ് യോഗ ആൻഡ് അജിറ്റേഷൻസ് ഓഫ് ക്ഷേമം. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പുറമേയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യോഗവും ക്ഷേമവും ആയിട്ട് നമ്മൾ മാറി അതിൻ്റെ ഉള്ളിൽ വീണ് പോകുന്നു എന്നാണ് ഈ കർമ്മയോഗത്തിന്റെ തത്വത്തിൽ പറഞ്ഞത്. എങ്ങനെ? ബൈ റണ്ണിങ് ആഫ്റ്റർ ദ പ്ലഷേഴ്സ് ഓഫ് ദ സെൻസസ്, മൈൻഡ് ആൻഡ് ദ ബോഡി. അപ്പോൾ അതാണ് സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിസയേഴ്സിനെ നമ്മള് ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. ആ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഒരു കിണറ്റിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കുന്നത് മാതിരിയാണ്. എപ്പോൾ നമ്മൾക്ക് ജോയ്സ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ആ സ്റ്റഡിനെസ് ഓഫ് ഇന്റലക്റ്റോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന ആ ഒരു ആത്മാനന്ദം, ആ ആത്മാനന്ദം എന്ന് പറയുന്നത് വലിയൊരു റിസർവോയിലുള്ള പ്യുവർ വാട്ടർ, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതാണ് അതിന്റെ രസം. മറ്റേ ഈ കിണറ്റിലത്തെ വെള്ളം നമുക്ക് പുറമേന്ന് എടുക്കണം. നേരെ മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആത്മതുഷ്ടി കൊണ്ടുണ്ടാവുന്ന ആ സന്തോഷം, ആത്മാനന്ദം നമ്മുടെ ഉള്ളിലുള്ളതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തിനെ മറന്ന്, ഒരു വലിയ റിസർവോറായിട്ടുള്ള ആനന്ദത്തിനെ നമ്മൾ മറന്നിട്ട് പുറമേയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ കണ്ടീഷനിലേക്ക് നമ്മൾ മാറുന്നു. അതല്ല, അത് മാറ്റി നമുക്ക് ആ സ്റ്റഡി ഇന്റലക്ട്, ജോയ്സ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്ന സ്റ്റഡി ഇന്റലക്റ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഇക്വിപ്പോയിസ്, ഇക്വാനിമിറ്റി ആൻഡ് ഡെക്സ്റ്ററിറ്റി, അതാണ് കർമ്മയോഗത്തിന്റെ തത്വമായിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. അത് ഈ പറയുന്ന സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് നമ്മൾ പുറമെയുള്ള ഒബ്ജക്ട്സ് ഓഫ് ദ വേൾഡ് ആൻഡ് സെൻസസ് ഓഫ് പെർസെപ്ഷൻ വഴി അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കണ്ടീഷൻ എന്ന് നമ്മൾ പറഞ്ഞു.
ഇത് നേരെ മറിച്ച് ജോയ്സ് ഓഫ് ദി ഇന്നർ സെൽഫ്, ആത്മതത്വം, ആത്മതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന സെൽഫ്ലെസ്നെസ്, ഇക്വാനിമിറ്റി, ഇക്വിപോയിസ് ആൻഡ് ഓൾവേസ് ബീയിങ് റൂട്ടഡ് ഇൻ ദ സെൽഫ് എന്ന് പറയുന്ന കണ്ടീഷൻ, ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് എ വിഷനറി. 255, 258 എന്ന് പറയുന്ന രണ്ട് ശ്ലോകങ്ങളിൽ അതാണ് നമുക്ക് വർണ്ണിച്ച് തന്നത്. സോ ടു ബി പെർഫെക്റ്റ് യു നീഡ് ടു ബി പ്യൂർലി മോട്ടിവേറ്റഡ് by the joys of the inner self, which will provide you with equipoise, equanimity, and dexterity of skills, and give you permanent peace and sustainable peace and happiness. That is the principle of karma. അതിനുണ്ടാവുന്ന മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു റിഫൈൻമെന്റ് ആണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്നത്. ഹൗ യു ഷുഡ് ആക്ച്വലി ഗെറ്റ് ഇൻ ടു ദാറ്റ് സ്റ്റേറ്റ് എന്നുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഓക്കെ, അതിനു മുമ്പ് അപ്പൊ നമുക്ക് ഈ പറയുന്ന സെൽഫിഷ്നെസ്, ഈഗോ എന്ന് പറയുന്ന സംഗതിയെ നമുക്ക് തുടച്ചു നീക്കണം. അത് എങ്ങനെ നീക്കും? അത് നീക്കാൻ സബ്ലിമേറ്റ് ചെയ്യണം. അതിന് യു ഹാവ് ടു യൂസ് ദിസ് ജോയ്സ് ഓഫ് ദ സെൽഫ്. അത് പെർമനന്റ് എല്ലാ കാര്യങ്ങളിലും ഈ ആത്മതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ് സബ്ലിമേഷൻ. 259 to 261 എന്ന് പറയുന്ന 3 ശ്ലോകങ്ങളിൽ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നീട് അത് ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന സംഗതി ലാഡർ ഓഫ് ഫോൾ 262, 63 അവിടെ ലാഡർ ഓഫ് ഫോളിനെ പറ്റിയിട്ടും 63 ശ്ലോകങ്ങളിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ കണ്ടു. അത് മാത്രമല്ല അതിനുശേഷം ഈ സ്റ്റഡി ഇന്റലക്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ആണ് പിന്നെ പറയുന്നത്. അപ്പൊ പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി 264 to 268 എന്ന് പറയുന്ന ശ്ലോകങ്ങളിൽ അവിടെ സെൻസസിനെ കൺട്രോൾ ചെയ്യുന്നതും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അടിമപ്പെട്ടു പോകാണ്ടും നമ്മൾ മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാക്കുമ്പോൾ നമുക്ക് സങ്കടങ്ങളിൽ നിന്ന് കരകയറുവാനായിട്ടുള്ള വഴി ഉണ്ടാവുകയും, അത് കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ബിക്കോസ് വി വിൽ ബി ഹാവിങ് എ സ്റ്റഡി ഇന്റലക്ട്. ബുദ്ധി അങ്ങനെ സ്റ്റഡി ആയിട്ട് ആത്മതത്വത്തിൽ തന്നെ ലയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. ഇപ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. വി ആർ ബീങ് ഡ്രിവൺ ബൈ ഹയർ ഗോൾസ്, ഹയർ പർപ്പസസ്. Irrespective of whether you like it or not, you will be driven by the sense of duty and the higher goals of, helping as many others as possible instead of just helping myself എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ അതാണ് പീസ് ആൻഡ് മൈൻഡ് ഓഫ് മൈൻഡും ട്രാങ്ക്വിലിറ്റിയും നമുക്ക് ഉണ്ടാക്കി തരുന്നത്. നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ സ്വാർത്ഥ ചിന്തയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവോ ആ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. കാരണം എനിക്ക് എന്തൊക്കെയോ കിട്ടാൻ പോകണമെന്നുള്ളത്. അത് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലമാണ് രാത്രി ഉറങ്ങാൻ പറ്റില്ല, ചിലപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അനുഭവപ്പെടുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് പകരം ആത്മതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൂ അർജുന എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. അങ്ങനെ മനസ്സും ബുദ്ധിയും ശരീരവും അൺസ്റ്റഡി ആയിട്ടുള്ള ഒരാൾക്കാർക്ക് ബുദ്ധിയിൽ സ്റ്റഡി അല്ലാത്ത ഒരാള് നൈറ്റ് ആൻഡ് ഡേയിനെ പറ്റിയിട്ട് പറഞ്ഞു അവിടെ. അതായത് വാട്ട് ഈസ് നൈറ്റ് ഫോർ സംബഡി, ഇറ്റ് ഇസ് എ ഡേ ഫോർ ദ വൈസ് പേഴ്സൺ, ആൻഡ് വാട്ട് ഈസ് ഡേ ഫോർ ദ മൂഡാസ്, ഇറ്റ് വിൽ ബി നൈറ്റ് ഫോർ ദി അതേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനെ പറ്റിയിട്ട് പറഞ്ഞത്. ഇതാണ് നമ്മളുടെ തന്നെ ഉള്ളിലുള്ള വെളിച്ചത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. അവർക്ക് പുറമേയുള്ള വെളിച്ചങ്ങളോ ഇരുട്ടുകളോ ഒന്നും ഒരു പ്രശ്നമല്ല. അത് ആ വെളിച്ചത്തിലായിരിക്കും അവർ ജീവിക്കുന്നത് എന്നുള്ള ഒരു 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 എന്താ പറയുക, പൊയറ്റിക് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് അവിടെ കൃഷ്ണൻ കൊടുത്തത്. അപ്പോ ദിസ് ഈസ് ബേസിക്കലി 69 വരെയുള്ള ശ്ലോകങ്ങളുടെ സമ്മറിയാണത്. ഇനി നമ്മളെ ആ ഒരു ബാക്കിയുള്ള 3-4 ശ്ലോകങ്ങളെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞവണ നമ്മൾ ഡിസ്കസ് ചെയ്തു, പക്ഷെ എങ്കിലും നമുക്ക് ഒന്നും കൂടി അതിനെപ്പറ്റി ചിന്തിക്കാം. കാരണം അതിന്റെ ഡയഗ്രാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അത് കാരണം അപ്പൊ നമുക്കൊന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മൾ ഈഗോ ഡ്രിവൺ ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സെൽഫ് നമ്മളുടെ ഉള്ളിൽ കൂടെ ആദ്യം തന്നെ ഈഗോയിനെയാണ് അത് അതിനെ സ്പാർക്ക് ചെയ്യുന്നത്. അതോടുകൂടി നമ്മുടെ ഇന്റലക്ട് ബിക്കംസ് ഡെലൂഡഡ്, മൈൻഡ് ബിക്കംസ് കംപ്ലീറ്റ്ലി ഇമോഷണലി ട്രൈഡ്. ഇമോഷണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻസസുമായിട്ട് കണക്റ്റഡ് ആയി എന്നർത്ഥം. അപ്പോൾ സൗണ്ട്, ടച്ച്, ടേസ്റ്റ്, സൈറ്റ് ആൻഡ് സ്മെൽ എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളിൽ അതിലെല്ലാം ഈ ഏറ്റക്കുറിച്ചിലുകൾ, അത് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് വരും. പിന്നെ എൻ്റെ സെൻസസിന് വേണ്ടിയിട്ടുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. അത് എങ്ങനെ മാറ്റാൻ പറ്റും? നമുക്ക് മാറ്റാൻ ഒറ്റ വഴിയുള്ളൂ. ഇറ്റ് ഈസ് ബൈ സബ്ലിമേറ്റിംഗ് ദ ഈഗോ ലൈറ്റാക്കി കൊണ്ടുവന്ന് അത് സബ്ലിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രകാശം, ആത്മതത്വം നമ്മളുടെ ഉള്ളിൽ കൂടെ ഇന്റലക്റ്റിലൂടെയും മൈൻഡിലൂടെയും എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? സ്റ്റഡിനെസ് ഓഫ് ദ ഇന്റലക്ട് ആൻഡ് ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയുന്ന രണ്ട് കണ്ടീഷനാണ് നമ്മുടെ ഇന്റലക്റ്റിനും മൈൻഡിനും ഉണ്ടാകുന്നത്. അതോടുകൂടി നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ആ ഒരു തൃഷ്ണ കുറഞ്ഞ് നോ സെൽഫിഷ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നു. അങ്ങനെ നമ്മളെ ശാന്തിയും സമാധാനത്തിലേക്ക് എത്തിച്ചേരുന്നു.
That is 270. And അടുത്ത രണ്ട് ശ്ലോകത്തിൽ പിന്നെ പറയുന്നത് ഈ പറയുന്ന ഏത് വികാരമാണോ നമ്മൾ എന്താ പറയാ പല പല പുഴകളൊക്കെ കൂടി ചേർന്ന് ഒരു ഓഷ്യനിലേക്ക് വരുമ്പോൾ ആ ഓഷ്യന് യാതൊരു വിധത്തിലുള്ള വ്യതിയാനങ്ങളും ഉണ്ടാക്കാത്തത്, അതുമാതിരി ഈ പറയുന്ന സെൻസ് ഓബ്ജക്ട്സിൽ നിന്നൊക്കെ വരുന്നതായിട്ടുള്ള നമ്മളോ അട്രാക്ഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വന്നാലും ഈ ചഞ്ചലത ഉണ്ടാവാണ്ട് നമുക്ക് എപ്പോൾ എത്തിക്കാൻ സാധിക്കുന്നുവോ അപ്പോഴാണ് നമ്മൾ സ്റ്റഡി ഇന്റലക്ട് അല്ലെങ്കിൽ ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയുന്ന കണ്ടീഷനിലെത്തി നമ്മൾ ഈ പറയുന്ന ഫിയർ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്നത്. മുനി എന്താണ് മനീഷീനാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മനീഷിയായി മാറുന്നത് മൈൻഡ്. അപ്പോ അതിന് ഈ പറയുന്ന ചിത്രത്തിൽ നമ്മൾ ഒന്നുകൂടെ കാണുകയാണെങ്കിൽ ആദ്യത്തെ ചിത്രത്തില് ഈഗോ ഈ ഈഗോയിൽ തട്ടിയിട്ടാണ് പിന്നെ നമ്മൾ മറന്നു പോകുന്നത്. അതായത് ഇവിടെ നമ്മുടെ സെൻസസ് ഒക്കെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളിൽ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മനസ്സ് ഈ സെൽഫിനെ കാണാൻ പറ്റുന്നില്ല. വൈ? ബിക്കോസ് ഓഫ് ദ വെയിൽ ദാറ്റ് ഈസ് പുട്ട് ബൈ ദ ഈഗോ. അത് ഒരുതരം മൂടുപാട് ഇടുന്ന മാതിരിയാണ് അത് അവിടെ ഈഗോ. അപ്പൊ അത് കാരണം നമുക്ക് സെൽഫിനെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ഈഗോ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്റെ പരമമായിട്ടുള്ള ധർമ്മം എന്ന് വിചാരിച്ച് ഞാൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അതാണ് സെൽഫിഷ്നെസ്സും പിന്നീടുള്ള ബാക്കിയുള്ള സകല ദുഃഖങ്ങൾക്കും കാരണം അതാണ്. അതേസമയം ആ ഈഗോ സബ്ലിമേറ്റഡ് ആയി കഴിയുമ്പോൾ ഉണ്ടാവുന്നത് എന്താ? ആ ബുദ്ധിയും മനസ്സിനും സെൽഫിനെ കാണാൻ സാധിക്കുന്നു, സെൽഫുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നു. സെൽഫ് നെറ്റ്വർക്ക്സ് വിത്ത് ദ ഇന്നർ സെൽഫ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റഡിനെസ്, ദാറ്റ് സ്റ്റഡിനെസ് ഇസ് വാട്ട് റിയലി വി നീഡ്. അപ്പോ ഇൻ സമ്മറി നമ്മൾ പറയുകയാണെങ്കിൽ സെൻസ് ഓബ്ജക്ട്സ് പ്ലസ് ഈഗോ gives you agitated mind, gives you unsteady intellect, and makes you self-centered in actions. അതിന് പകരം സെൻസ് ഓബ്ജക്ട്സ് വിത്ത് ദ ജോയ്സ് ഓഫ് ദ സെൽഫ്, ആത്മതൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പീസ്ഫുൾ മൈൻഡ് ഉണ്ടാവുന്നു. അപ്പൊ സ്റ്റഡി ഇന്റലക്ട് ഉണ്ടാവുന്നു. അപ്പൊ you become selfless. ഇതാണ് പാറ്റേൺ. This is the pattern. This is the pattern that we need to imbibe, inculcate within our mindset. അപ്പൊ sense objects plus joys of the self gives you peaceful mind, gives you steady intellect, and you become selfless in action. അതിന് പകരം മുകളിലത്തെ sense object plus ego gives you agitated mind and steady intellect, self-centered in action. ഇതാണ് ഫണ്ടമെന്റലി ഇപ്പൊ പറഞ്ഞ ഈ ഒരു ഫുൾ the whole message of Bhagavad-Gita can be actually എന്താ പറയുക reduced into this pattern. എന്താണ്? സെൻസ് ഓബ്ജക്ട്സ് പ്ലസ് ജോയ്സ് ഓഫ് സെൽഫ് gives you peaceful mind, steady intellect, and selfless action. That's it. That gives you liberation from your limitations. മോക്ഷ സന്യാസത്തിൽ എത്തിക്കും. അതാണ് ഭഗവത്ഗീത. അതിന്റെ ഒരു ഫണ്ടമെന്റൽ, അതായത് ഈ ഭഗവത്ഗീത എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് 2 ശ്ലോകത്തിൽ കൊണ്ടുവന്നിട്ട് അങ്ങടെ സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷൻ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷൻ ഇത് നമ്മൾ തോട്ട് പവേർഡ് സ്ട്രാറ്റജീസിലേക്ക് പോവുകയാണെങ്കിൽ, ഓക്കെ, അതിനു മുമ്പ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ പറയുന്ന ഈഗോ ഫിൽറ്ററിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞു. ഈഗോ ഫിൽറ്റർ, ഈ ഈഗോ ഫിൽറ്ററിന്റെ കാരണം എനിക്ക് എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും എനിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെയാണ് കളിക്കണേ അല്ലെ? നമ്മുടെ തെറ്റിദ്ധാരണ എന്താ? ഞാൻ എന്ന് പറഞ്ഞാൽ ഇതാണെന്നാണ്. എന്റെ കേഴ്സർ കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ എന്റെ തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ ഞാൻ ഇതാണെന്നാണ്. ഈ തെറ്റിദ്ധാരണ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? എനിക്ക് സെൽഫിനെ കാണാൻ പറ്റുന്നില്ല, കാരണം ഈഗോ കാരണം. ഇതിനെയാണ് വെയിൽ ഓഫ് പെർസെപ്ഷൻ അല്ലെങ്കിൽ മായ എന്ന് നമുക്ക് പറയാം. വെയിൽ ഓഫ് പെർസെപ്ഷൻ, അതായത് നമ്മളുടെ മനസ്സും ബുദ്ധിയും ശരീരവും കൊണ്ട് നമ്മളുടെ പുറമേയുള്ള ലോകത്തിനെ നമ്മൾ ആസ്വദിച്ചു കൊണ്ടു ഇരിക്കുമ്പോൾ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുറമേയുള്ള കാര്യങ്ങളെ അകത്തേക്ക് എടുത്ത് മനസ്സ് കൂട്ടിച്ചേർത്ത് എന്തൊക്കെയോ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ആ പെർസെപ്ഷൻ എന്റെ മായ, വെയിൽ, എന്റെ മൂടുപടമാണ്. അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇത് മുഴുവൻ. അത് മാറ്റാൻ ഒറ്റ വഴിയുള്ളൂ. We have to have that knowledge. The knowledge that there is the self. And if അത് ഉണ്ടാവണമെങ്കിൽ ego has to be sublimated. The ego is sublimated. The veil of perception or maya is reduced to ashes. When the ego is sublimated through knowledge of the self. When ego is sublimated through the knowledge of the self, then Maya is obliterated. അതിനെ അങ്ങോട്ട് നശിപ്പിക്കാൻ പറ്റും നമുക്ക്.
This is the only way. This is the message of Bhagavad-Gita. അപ്പോൾ ഇതിനെ നമുക്കിനി തോട്ട് പവേർഡ് സ്ട്രാറ്റജീസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവർക്ക്, നമ്മളൊന്നും ആരും ഇവിടെ സന്യാസിമാരോ ഒന്നും ആവാനായിട്ടുള്ള ആഗ്രഹത്തിലിരിക്കുന്നവരല്ല, അല്ലെ? നമുക്ക് നല്ലൊരു ജീവിതം നയിക്കണം എന്നുള്ളതാണ്. നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങൾക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നേടിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കുക എന്നുള്ളതല്ല നല്ല ജീവിതം എന്ന് പറയുന്നത്, ഗീത പഠിപ്പിക്കുന്നത്. നമ്മളൊന്നും ഇതൊക്കെ വിട്ടറിഞ്ഞ് ഹിമാലയത്തിൽ പോയി സന്യസിക്കാൻ പോകുന്നവരും അല്ല. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? നമ്മളുടെ ഈ ജീവിതത്തില് നമുക്ക് നമ്മളുടെ ജോലി സ്ഥലങ്ങളില്, നമ്മളുടെ വീട്ടില്, നമ്മളുടെ സമൂഹത്തില് ഒക്കെ നമുക്ക് എങ്ങനെ ഗീത നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് എടുക്കുമ്പോൾ അതിൽ നമുക്ക് ഇതെങ്ങനെ ഈ പറയുന്ന തത്വങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മളുടെ ഈ തോട്ട് പവേർഡ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. കൂടുതലും നമ്മളുടെ പ്രവർത്തന മേഖലകളിൽ നമുക്ക് എങ്ങനെ ഈ ഗീതാ തത്വങ്ങളെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഗീത ഇന്റലിജൻസിനെ കൊണ്ടുവരാം എന്നുള്ളതാണ് തോട്ട് പവേർഡ് സ്ട്രാറ്റജീസ്. അപ്പോൾ അത് കുറച്ച് ഒരു 9 ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എഴുതി. അത് ഞാൻ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, മസിൽ പവർ വേഴ്സസ് മ്യൂസ് പവർ. രണ്ട് സെക്കൻഡ്. ഒന്ന്, അതായത് എ ലീഡർഷിപ്പ് അപ്രോച്ച് ദാറ്റ് പ്രൊമോട്ട്സ് അറ്റാച്ച്മെന്റ് ആൻഡ് നോട്ട് സർവൈവൽ ഇമോഷൻസ് ഈസ് റിക്വയർഡ് ടു ലീഡ് ആൻഡ് ഇൻസ്പയർ തോട്ട് പവേർഡ് ടീംസ്. അപ്പൊ ലീഡർഷിപ്പിന്റെ ആസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മള് ആൾക്കാരിൽ നിന്ന് നമുക്ക് മസിൽ പവർ അല്ല കിട്ടേണ്ടത്, നമുക്ക് തോട്ട് പവർ കിട്ടണം. മ്യൂസ് പവർ എന്ന് ഞാൻ ഉപയോഗിച്ചത്, ആ മ്യൂസ് പവർ നിങ്ങൾ ഡിക്ഷണറി നോക്കി കിട്ടില്ല, ഞാൻ ഉപയോഗിച്ച വാക്കാണത്. മ്യൂസ് പവർ, മ്യൂസിക് എന്ന് പറഞ്ഞാൽ തോട്ട് എന്നാണ് അർത്ഥം, അതുകൊണ്ട് മ്യൂസ് പവർ എന്നാക്കി. അത് മസിൽ പവർ ആൻഡ് മ്യൂസ് പവർ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു വേർഡ് കോയിൻ ചെയ്തു. മസിൽ പവർ, മ്യൂസ് പവർ. അത് അപ്പൊ ലീഡർഷിപ്പില് നമുക്ക് ഈ ഇങ്ങനെ ഞാൻ ഈഗോയിസ്റ്റിക് ലീഡറായിട്ട് എല്ലാവരെയും കൊണ്ട് ജോലി എടുപ്പിക്കുന്ന ഒരു രീതി ആവരുത്. അതിന് പകരം we should be able, as a leader, should be able to promote attachment emotions within the human beings who are under us, അല്ലെങ്കിൽ who are working with us. അണ്ടർ എന്ന് പറയേണ്ട, who are working with us. നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അത് ഇപ്പം ജോലി സ്ഥലങ്ങളിൽ മാത്രമല്ല, നമ്മളുടെ വീട്ടിലും ആവാം, നമ്മളുടെ ഭാര്യ, ഭർത്താവ്, കുട്ടികള്, അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കള്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മളുടെ ടീംസ്, നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന പല ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് അവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ആയിട്ട് നമുക്ക് അറ്റാച്ച്മെന്റ് ഇമോഷൻസ് ഉണ്ടാക്കാനായിട്ടുള്ള ലീഡർഷിപ്പ് റോൾസ് ആൻഡ് നോട്ട് സർവൈവൽ. അതായത് ഈ ജോലി സ്ഥലത്തൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയുണ്ട് ആൾക്കാർക്ക്. അപ്പൊ അതിന് ക്വാളിറ്റി കുറവായിരിക്കും, അവർ പേടിച്ച് വർക്ക് ചെയ്യാണ്. ആ കണ്ടീഷനിൽ നിന്ന് മാറ്റി അവരെ ഇമോഷൻ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു വഴി കണ്ടുപിടിക്കണം. ഇതാണ് ശ്രീകൃഷ്ണൻ അവിടെ അർജുനന്റെ അടുത്ത് ചെയ്ത്. അർജുനനെയും പേടിപ്പിച്ചിട്ട് നീ ജോലി ചെയ്യൂ, അല്ലെങ്കിൽ നിന്നെ ഇവരിപ്പൊ കൊന്നുകളയും എന്നൊക്കെയുള്ള പേടിപ്പിച്ചിട്ടല്ല അർജുനൻ എന്നെ അവിടെ ഇരിക്കുന്നത്. കാരണം അർജുനന്റെ അടുത്ത് ശ്രീകൃഷ്ണൻ പറഞ്ഞു, അവരും മരിച്ചവരാണ്, നിങ്ങളും മരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ രണ്ടുപേരും അവിടെ അങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻ അല്ല കൊടുത്തിരുന്നത്. ഹി വാസ് ഗിവിംഗ് മച്ച് മോർ ഹയർ. ഹി വാസ് ഗിവിംഗ് ആക്ച്വലി അർജുനന്റെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക, ഡെസൊല്യൂഷൻ അല്ലെങ്കിൽ ഡെസ്പോണ്ടൻസി എന്ന് പറയുന്ന കണ്ടീഷൻ, അതിന്റെ ന്യൂറോ സയൻസ് ആസ്പെക്ട് നമ്മൾ കണ്ടിരുന്നു. രണ്ട് എക്സ്ട്രീം ഇമോഷൻസ് മനസ്സിലുണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണത്. അത് അപ്പൊ സാധാരണ നമ്മുടെ വർക്ക് പ്ലേസസിലൊക്കെ പലർക്കും എന്താണെന്ന് വെച്ചാൽ ജോലി ചെയ്യണം ഭയങ്കര ആഗ്രഹം. എന്തുകൊണ്ടാ? ഇല്ലെങ്കിൽ എനിക്ക് വീട്ടില് ഭക്ഷണം മുട്ടും, അതുകൊണ്ട് ജോലി ചെയ്യണം. എന്നാൽ അതേസമയം പേടി ചെയ്യാൻ. കാരണം ലീഡർഷിപ്പ് വിൽ ഫയർ ദം, ലീഡർഷിപ്പ് വിൽ നെവർ അപ്രീഷിയേറ്റ് ദം, ലീഡർഷിപ്പ് ഈസ് ഗോയിങ് ടു പുട്ട് ലോട്ട് ഓഫ് പ്രഷർ ഓൺ ദം. ആ പേടി, ഇത് രണ്ടും ഉണ്ട്. ഈ പേടിയൊക്കെ ഉണ്ട്. ലീഡർഷിപ്പ് പ്രഷർ ഇടുക, ലീഡർഷിപ്പ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്നാൽ വിട്ടിറങ്ങി പോകാൻ പറ്റുന്നില്ല. കാരണം ഐ നീഡ് ഇറ്റ്. രണ്ട് കണ്ടീഷൻസിൽ നമ്മൾ രണ്ട് ഇമോഷൻസ് നമ്മളെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷൻ. ഇതിന് ഇത് തന്നെ സംഭവിച്ചത്. അർജുനൻ തന്റെ സ്വന്തക്കാരും ഗുരുക്കന്മാരും അങ്ങനെയുള്ള ആൾക്കാരെ അപ്പുറത്ത് കാണുന്നു. അതേമാതിരി രണ്ട് സൈഡിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ. എന്നാൽ അതേസമയം കൗരവന്മാർ ചെയ്ത അട്രോസിറ്റീസ്, അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പാഞ്ചാലി ശവതവും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന സംഗതികളിൽ അങ്ങോട്ട് വലിക്കുകയാണ്. ആ വലിച്ചപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ അറ്റാച്ച്മെന്റ് ഇമോഷൻസും സർവൈവൽ ഇമോഷൻസും രണ്ടും പ്രവർത്തിക്കും. രണ്ടും ശരിക്കും പറയുകയാണെങ്കിൽ കെമിസ്ട്രിയാണ്, പ്യുവർ കെമിസ്ട്രി. ഇത് രണ്ട് കെമിക്കലും കൂടെ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷനെ മാറ്റിയിട്ട് ഈ സർവൈവൽ ഇമോഷൻസ് ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള ആ കെമിക്കൽസിനെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ that person will automatically be rejuvenated and will rise to the എന്താ പറയുക അറ്റാച്ച്മെന്റ് ലെവൽസിലേക്ക് വരുന്നു. അത് ആ ഇമോഷൻസ്, ഓക്സിറ്റോസിൻ അങ്ങനത്തെ സാധനങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ വരും.
For leader, as a leader, if you are aiming to become a real leader, then what you need to cultivate is the capability to promote the attachment emotions with the people that you are working with. And കൂടെ വർക്ക് ചെയ്യുന്നവർ മാത്രമല്ല, മുകളിലത്തെ ആൾക്കാരും, ആ ലീഡറിന്റെ മുകളിലെ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഇടയിലും ഒക്കെ അറ്റാച്ച്മെന്റ് ഇമോഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കഴിവ്. അതാണ് മസിൽ പവർ വേഴ്സസ് ബ്രേസ് പവർ എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചതാണ്. ദെൻ രണ്ടാമത്തത് നമ്മൾ പഠിക്കേണ്ടതാണ്, രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നും ഒന്നാമത്തെ അധ്യായത്തിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ്. അതിന് പിന്നീട് ഷെയർഡ് ഗോൾസ് ആൻഡ് കോപ്പറേറ്റീവ് എൻഡവേഴ്സ്. goal sharing and cooperatively working with others to achieve that goal. At a personal level, it is not about instant gratification. നമുക്ക് ഇൻസ്റ്റന്റ് ആവശ്യം, എനിക്ക് എന്താ കിട്ടണ്ടേ അതല്ല ചിന്ത. But integrating the needs of the body, mind and intellect, as well as working for higher goals. അപ്പൊ മനസ്സ് ബുദ്ധി ശരീരത്തിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അത് പ്രവർത്തിക്കുന്ന മനസ്സുള്ളയിടത്ത് ബുദ്ധി ഉള്ളയിടത്ത് കൈ കാലുകളെന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലത്തെ ഒരു ഇന്റഗ്രേഷനും ഫോക്കസ്, ആസ് വെൽ ആസ് ഹയർ ഗോൾസ്, സെൽഫ് ആത്മതൃഷ്ണ, അതിലേക്ക് വേണ്ടിയിട്ടുള്ള വലിയ വലിയ ഗോളുകൾ, മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ആത്മതൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു. ആൻഡ് ഇന്റഗ്രേറ്റഡ് ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് ഇന്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ പേഴ്സണാലിറ്റി. അപ്പോൾ 4 പേഴ്സണാലിറ്റീസ് നമുക്കുണ്ട്: ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ. ഇത് 4നെയും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് മേക്ക് ഷുവർ ദാറ്റ് ഷെയർഡ് ഗോൾസ് ബിക്കം ദ നോം റാദർ ദാൻ പേഴ്സണൽ ആംബിഷൻസ് എന്ന് പറയുന്നത്. അത് എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും നമുക്ക് ഇതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. പിന്നെ പാറ്റേൺസ് ഓഫ് സക്സസ് അറ്റ് വർക്ക്. എന്തൊക്കെയാണ് പാറ്റേൺസ്? അതിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞിരുന്നു. സെൽഫ്ലെസ്നെസ് കമ്പൈൻഡ് വിത്ത് സക്സസ് പാറ്റേൺസ് ഓഫ് എന്തൊക്കെയാണ്? ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ്, dexterity of skills, attitude of accept and move forward are powerful means of optimizing the productivity of individuals as well as teams. അതായത് യജ്ഞത്യാഗ സമർപ്പണ പ്രസാദ ഭാവങ്ങളെ കൊണ്ടുവന്ന് നമ്മൾ ജോലിയിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു എന്താണ് the quality of work that you can bring forth. Patterns of success. അത് നമ്മൾ കണ്ടു, അതിന്റെ ഇൻട്രൊഡക്ഷൻ കണ്ടു. ഇനി ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ കാണും. പിന്നെ വാല്യൂസ് ബേസ്ഡ് സക്സസ് അഗൈൻസ്റ്റ് കട്ട് ത്രോട്ട് സക്സസ്. രണ്ടെണ്ണമാണ്. ഒന്ന് വാല്യൂസ് ബേസ്ഡ് സക്സസ്, മറ്റേത് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ. നോളജ് കമ്പൈൻഡ് വിത്ത് എ സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് powered by right patterns of attitudes for success leads one to inspiration in action, as well as to be an inspirer. ഇത് നമ്മൾ ചെയ്യണം. നമ്മുടെ നോളജ്, നമ്മുടെ ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നമ്മളുടെ ഒരു ഔട്ട്ലുക്ക് ഉണ്ട്. നമ്മൾ വിൽ ബി ഇൻസ്പയർഡ് ടു തിങ്സ് ഇങ്ങനെ വരുമ്പോൾ. എന്ന് മാത്രമല്ല, നമ്മളുടെ ജോലി അല്ലെങ്കിൽ നമ്മളുടെ ചിന്ത മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുകയും കൂടി ചെയ്യും. അപ്പോ ഗ്രൻഡൈസ്മെന്റ് എല്ലാം വാരിക്കൂട്ടലല്ല. ആൻഡ് കട്ട്ത്രോട്ട് സെൽഫിഷ്നെസ് ആർ ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് മേ പ്രൂവ് ടു ബി ഓഫ് ലിമിറ്റഡ് സക്സസ്. ഇത് ആ ഗ്രൻഡൈസ്മെന്റും കട്ട്ത്രോട്ട് സെൽഫിഷ്നെസ്സും നമുക്ക് കിണറ്റിൽ നിന്നുള്ള വെള്ളം കിട്ടുന്ന മാതിരിയാണ്. എന്നാൽ അതേസമയം സെൻസ് ഓഫ് ഡ്യൂട്ടി പവേർഡ് ബൈ റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് മോട്ടിവേഷൻ നമ്മള് വലിയൊരു സമുദ്രം, മഹാസമുദ്രം, പ്യുവർ വാട്ടറിന്റെ മഹാസമുദ്രം, നമ്മുടെ ഉള്ളിലുള്ള മഹാസമുദ്രത്തിനെ ടാപ്പ് ചെയ്യുന്നത് മാതിരിയാണ്. വ്യത്യാസങ്ങളാണ് വാല്യൂസ് ബേസ്ഡ് സക്സസ് അഗൈൻസ്റ്റ് കട്ട്ത്രോട്ട് സക്സസ്. രണ്ടിലും കട്ട്ത്രോട്ട് ആയിട്ടുള്ള ആൾക്കാർക്കും ചില വിജയങ്ങളും സന്തോഷങ്ങളും ഒക്കെ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന വിജയങ്ങളും സന്തോഷങ്ങളും വളരെ ചെറുതായിരിക്കും. Taking ownership is about realizing the inherent power of the self. അപ്പൊ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്തിലെങ്കിലും ഏർപ്പെടുമ്പോൾ, കർമ്മ മണ്ഡലങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിന് ഓണർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദിസ് ടേക്കിംഗ് ഓണർഷിപ്പ്? അതായത് ഇറ്റ് ഈസ് നോട്ട് ദ മൈൻഡ് ഇന്റലക്ട് and the body taking ownership so that they want to satisfy, we want to satisfy those. അതല്ല, it is about the inherent power of the self. നമ്മളുടെ സ്വന്തം ആത്മ ശക്തി ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സെൽഫ് എഫേർട്ട് ആണത്. ഈ തൃഷ്ണ അല്ലെങ്കിൽ ആത്മതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രചോദനങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സെൽഫ് എഫേർട്ട് എന്ന് പറയുന്ന പുരുഷാർത്ഥമാണ്. ആ പുരുഷാർത്ഥം അതിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അല്ലാണ്ട് സംശയിച്ചു നിൽക്കലല്ല. എല്ലാം ശരീരം, മനസ്സ്, ബുദ്ധി, അതൊക്കെ അല്ലേ സുഖം, അതാണ് വേണ്ടത്. മറ്റവർക്ക് കണ്ടില്ലേ എന്നെക്കാൾ എത്ര കിട്ടി, മറ്റത് കിട്ടി, അവരും ഇത്ര വലിയ വീടുകളിലെ സന്തോഷം, അങ്ങനെയൊക്കെയുള്ള പുറമെയുള്ള കാര്യങ്ങളിലല്ല. അതിനെക്കാട്ടിലൊക്കെ വലിയ ആനന്ദം നമ്മൾ അനുഭവിക്കുവാനായിട്ടുള്ള നമ്മളുടെ ഫോക്കസ്ഡ് ഇന്റൻഷൻ, അതാണ് ടേക്കിംഗ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അവർ ഫിയേഴ്സ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഡൗട്ട്, insecurities are all properties of the intellect, mind and the senses and the body. ഈ പറയുന്ന എല്ലാ നമ്മളുടെ കഴിവ് കേടുകളും പേടികളും
ഇതെല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ മനസ്സിന്റെയും ശരീരത്തിന്റെയുമാണ്, ബുദ്ധിയുടെയും മനസ്സിന്റെയും ശരീരത്തിന്റെയാണ്. ദീസ് പ്രോപ്പർട്ടീസ് ആർ ചേഞ്ചബിൾ. അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും, അല്ലെ? ഇന്നത്തെ സന്തോഷം നാളെ സങ്കടം, അല്ലെങ്കിൽ ഇന്നത്തെ സങ്കടം നാളത്തെ സന്തോഷവുമായി മാറ്റാനായിട്ടുള്ള കഴിവ് നമുക്കുണ്ട്. ആ കഴിവ് എവിടുന്നാ കിട്ടിയത്? അത് ടാപ്പിംഗ് ദാറ്റ് ഈസ് സെൽഫ് എഫേർട്ട്. സെൽഫിന്റെ പവറാണ് അത് ഉപയോഗിക്കുന്നത്. These properties are changeable. They were not there yesterday. He is there today maybe and can be thrown out by tomorrow. എന്നുള്ള ബോധം എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം. ആത്മവിശ്വാസം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഇതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് പറയുന്നത്? അതിനു പകരം ബുദ്ധി വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ പോരായിരുന്നോ? അത് പറയുന്നില്ല. കാരണം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ സക്സസിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് ഗീത നമ്മളെ പറഞ്ഞു തരുന്നുണ്ട്. റിയലൈസ് യുവർ നോളജ് ഡെഫിസിറ്റ്. ഇത് നമുക്ക് മനസ്സിലാക്കിയിട്ട് ഗ്രാബ് ഓപ്പർച്യൂണിറ്റീസ്, ലേൺ, ചേഞ്ച് ആൻഡ് എക്സ്പാൻഡ്. നമ്മളുടെ നോളജിന്റെ എല്ലാം കംപ്ലീറ്റ് നോളജ് ബേസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതാണ് സത്, ചിത്, ആനന്ദം. ചിത് കംപ്ലീറ്റ് നോളജിന്റെ ഉണ്ട്, പ്രാജ്ഞയിലുണ്ട്. പക്ഷേ അത് പുറമേക്ക് കൊണ്ടുവരാനായിട്ട് ഇപ്പോഴത്തെ എൻ്റെ ബുദ്ധിയും മനസ്സും ശരീരത്തിനും സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ മനസ്സ്, ബുദ്ധി, ശരീരം, mind, intellect, and therefore the body is not capable of at present tapping the infinite knowledge that is me because of the limitations of my body. And adu nammal manasilakkiyal, what is the solution to that? There is only one solution, which is to elevate your body, mind, and intellect to the level of knowledge that is required. So grab adinte fundamentally what is the strategy that we need to adopt in the outside world? എപ്പോൾ ഏത് ജോലി സ്ഥലത്തും എവിടെയും നമുക്ക് ചാലഞ്ചസ് വരുമ്പോഴോ അല്ലെങ്കിൽ അറിവില്ലായ്മ വരുമ്പോഴോ നോളജ് ഡെഫിസിറ്റ് ഉണ്ടെന്ന് കണ്ടാൽ വെറുതെ ഇരിക്കരുത്. We need to fight it out. We need to grab the opportunities to learn and to make changes within our body, mind and intellect and expand. അപ്പൊ നമ്മൾ അറിയാത്ത സംഗതികളെ നമ്മളെ സെൽഫ് എഫേർട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ പുതിയ നോളജ്, നമുക്ക് ജ്ഞാനം നമുക്ക് സമ്പാദിക്കാനും ആ ജ്ഞാന സമ്പാദനത്തിലൂടെ നമ്മളുടെ തന്നെ പ്രവർത്തന മേഖലകളെ എക്സ്പാൻഡ് ചെയ്യുവാനുമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി ആയിരിക്കണം നമ്മളുടേത്. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്. കാരണം നമ്മളുടെ ഉള്ളില് സെൽഫ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ സെൽഫിനോട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കടമയാണ് എന്ത്? നമ്മൾ ഒരിക്കലും വി ഷുഡ് നോട്ട് ബി എന്താ പറയാ ഫോഴ്സ്ഡ് ഇൻ ടു കംഫർട്ട് സോൺസ്. We have to break free from our comfort zones. Whenever you feel that you are in a comfort zone, be warned that no, I am being limited. Break free from that comfort zones by acquiring more knowledge and skill sets. And with the next point, attitudes, sense of duty, taking initiatives for the team and or organizational goals. About team there are goals, taking initiatives for that. ഓർ ഓർഗനൈസേഷൻ. അപ്പൊ ഓർഗനൈസേഷണൽ ഗോൾ എന്താണെന്നും ടീമിന്റെ ഗോൾ എന്താണെന്നും ഒക്കെ ആയിട്ട് നമ്മൾ അറിയണം. അതായത് എനിക്ക് ചെയ്യാനുള്ള പണി എനിക്ക് കിട്ടി, ആ കിട്ടിയ ജോലിയും കൊണ്ട് ഞാൻ ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയരുത്. യു ഷുഡ് ഡു ദാറ്റ് വർക്ക്, യെസ് ഓഫ് കോഴ്സ്. എന്നിട്ട് യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ അലൈനിങ് ദോസ് വർക്ക് വിത്ത് ദ ഗോൾസ് ഓഫ് ദ ടീം ഓർ ദി ഓർഗനൈസേഷൻ ഓർ ദ സൊസൈറ്റി, വാട്ട് എവർ. എല്ലാ ഇതിലേക്ക് നമുക്ക് അതിനെ പ്രതിഫലിപ്പിക്കാൻ പറ്റും. എന്നിട്ട് വി ഹാവ് ടു, അപ്പൊ ചില സംഗതികൾ നമ്മൾ യെസ് സം പീപ്പിൾ ആർ നോട്ട് ദെയർ ടു ഡു എന്ന് പറഞ്ഞാൽ യു ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ഈവൻ ഇഫ് യു ഡോണ്ട് നോ ഇറ്റ്. യു ഗ്യാദർ നോളജ്, യു ടോക്ക് ടു പീപ്പിൾ, നെറ്റ്വർക്ക് വിത്ത് പീപ്പിൾ, ഗെയിൻ നോളജ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ദെൻ or by yourself, get educated, trained and start doing the things and then automatically you will find that നമ്മൾ പറയും അവിടെ ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ശമ്പളം കൂട്ടി കിട്ടണം അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആ പ്രൊമോഷനും ശമ്പളത്തിനും വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന കണ്ടീഷൻസിനെക്കാട്ടിലും വളരെ മുകളിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും എന്നാണ് ഗീത നമ്മളെ പറഞ്ഞു തരുന്നത്. അതിലും കാരണം അതിനേക്കാട്ടിലൊക്കെ വലിയതായിട്ടുള്ള പവർ നമ്മുടെ ഉള്ളിലുണ്ട്. അതായത് ഞാനിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ള കണ്ടീഷനിലല്ല എനിക്ക്, അതിനേക്കാട്ടിലും വലുതാവാൻ പറ്റും. പക്ഷെ ഞാൻ ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കും. അതിന് പകരം അതിനെപ്പറ്റി പറയരുത്. ഡു യുവർ വർക്ക് with these attitudes and then you will find and grab opportunities wherever there are. Whenever there is a knowledge deficit, fill it. Whenever you find that there are people not doing things, certain things, find white spaces, occupy it and do these kind of things. Anganatha initiative taking, setting priorities and focusing on that cooperatively and therefore engaging in teamwork so that the whole team expands. ഫോളോയിങ് അപ്പ് ആൻഡ് ഫോളോയിങ് ത്രൂ വിത്ത് കമ്മിറ്റ്മെന്റ്സ്. അതായത് നമ്മൾ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ചെയ്ത് ആരെ അറിയിക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല.
basically you need to be open in communication and throwing everything that you are supposed to do, and and showing the progress, and making it visible for others, transparent in your thoughts and actions, such that other people are benefited from your actions. At the same time, you are also pushing yourself. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന വലിയ വലിയ വിജയങ്ങളെ പറ്റിയിട്ടാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. And being of benefit to as many others as possible. All attitudes that bring in the karma yoga principles in our work. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ്, ഈ ആറ്റിറ്റ്യൂഡ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇനി നമ്മൾ 3, 4, 5 അധ്യായങ്ങളിലൊക്കെ കാണാൻ പോകുന്നത്. കൂടുതൽ അതിന്റെ ഫൈനൽ ഡീറ്റെയിൽസ്, ആൻഡ് വി വിൽ therefore translate that into action plans also. And so with these things, path to perfection is opened up. You become a visionary, selfless in teamwork, equanimity in facing challenges, equipoised in keeping aloof from distractions, and rooted in intrinsic motivation. ഇവിടെയും നമുക്ക് ആ സ്പീർ കാണാൻ പറ്റും. SEER, selfless. അവിടെ ആത്മതുഷ്ടിയും ആസക്തി അനാസക്തിയും and also the one that helps you to keep away from distractions is to be in control of your senses. അത് വലിച്ചെടുക്കാനായിട്ടുള്ള ഈ ആമയെ മാതിരി അകത്തേക്ക് വലിയാനായിട്ടുള്ള, അതായത് സെൻസസിന്റെ പുറകെ പോകുന്നതിന് പകരം അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്, അങ്ങനെയുള്ള കണ്ടീഷൻസ്, അതാണ് സെൽഫ്ലെസ് ഇൻ. അപ്പൊ നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ ഈ പറയുന്ന ആത്മതുഷ്ടിയും അനാസക്തിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും അത്? സെൽഫ്ലെസ് ഇൻ ടീം വർക്ക്, ലീഡർഷിപ്പ് ആൻഡ് ഇൻ ടേക്കിംഗ് ഇനിഷ്യേറ്റീവ്സ്. Equanimity in facing challenges of the mind, anasakti of the mind, and equipoised in keeping aloof from distractions is anasakti of the intellect, and rooted in intrinsic motivations എന്ന് പറയുന്ന ആ മറ്റേ കണ്ടി, അതിന്റെ പേരെന്തായിരുന്നു? സംസ്കൃത ടേം മറന്നു. Indriya samyamam. That is basically what that fourth condition is, which is being rooted in intrinsic motivations. Intrinsic motivations ആണ്, സെൻസസിന്റെ പുറകെയല്ല, എന്റെ ആത്മാവിന്റെ പുറകെ ഞാൻ പോകുന്ന വഴി, അതിനാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ദ്രിയ സംയമം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അതാണ്, അതായത് നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, സെൻസസിന് പകരം. അപ്പൊ സ്റ്റാർ പെർസ്പെക്റ്റീവ് എന്താണ്? വാട്ട് ഈസ് ദ ഓവറോൾ സ്റ്റാർ പെർസ്പെക്റ്റീവ് വേഴ്സസ് പെർഫോമർ വേഴ്സസ് ആവറേജ് പെർഫോമറിന്റെ നമുക്ക് ആ ഡിഫറൻസസ് എന്തൊക്കെയാണ് വരിക? Challenges are opportunities for the star performer. For the average performer, the challenges become problems. അല്ലേ? അത് ആ challenges ഇരുട്ട് വെളിച്ചാണ് സ്റ്റാർസിന്. And being in a comfort zone is a challenge for the star performer. വെളിച്ചം, മറ്റുള്ള മൂടന്മാർക്കുള്ള വെളിച്ചം അവർക്ക് ഇരുട്ടാണ്. The average performer is happy to be in the comfort zone. അതാണ് അവിടെ, ദാറ്റ് ഈസ് വാട്ട് ദ പെർസ്പെക്റ്റീവ്. സ്റ്റാർ പെർഫോമർ വേഴ്സസ് ആവറേജ് പെർഫോമർ, അതാണ് അവിടെ അവസാനം കൃഷ്ണൻ പറഞ്ഞത് അർജുനന്റെ അടുത്ത്. Therefore, ഇതൊക്കെ വെച്ചുകൊണ്ട് what do you do? You have to get into that zone. What is that zone? The mental state of operation in which a person performing an activity is fully immersed in a feeling of energized action, with full involvement and enjoyment in the process of that activity that he is engaged in. That is the state of being in the zone. ആ സോണിലേക്ക് ഉയരാനായിട്ട് സാധിക്കാനായിട്ടുള്ള വഴിയാണ് ഗീത. Bhagavad-Gita is teaching you, giving you that process through this karma, bhakti and jnana to reach that state of being in the zone. എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ദിവസവും എന്നുള്ള മാതിരി തന്നെ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നാണ് ഗീത നമ്മുടെ അടുത്ത് പ്രോമിസ് ചെയ്യുന്നത്. That is the summary of Gita-Intelligence that we will take from the summary of Bhagavad-Gita given in Sankhya Yoga, the foundations of self-analytics എന്ന് ഞാൻ അതുകൊണ്ടാണ് അതിനെ വിളിക്കുന്നത്. അപ്പോ ഇവിടെ എന്താണ്, what is the conclusion that you have? Knowledge of the self, Atma Jnanam, helps us to identify with our true nature. Who am I? Helping us to unleash our infinite potential, and thus thereby liberating us from our limitations. എൻ്റെ ശരീരം, മനസ്സ്, ബുദ്ധി, ആ ലിമിറ്റിന്റെ ഉള്ളിലിരുന്ന് ഞാൻ കളിക്കാണ്ട് അതിൽ നിന്ന് വളർന്ന് വലുതാവാനായിട്ട് എനിക്ക് പ്രചോദനം തരുന്നു നോളജ് ഓഫ് ദ സെൽഫ്, ജ്ഞാനം. ഹെൽപ്പ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഹെൽപ്സ്, ദിസ് നോളജ് ഓഫ് ദ സെൽഫ്
self helps us to redirect our quest towards our goal. നമ്മുടെ goal എന്താണ്? It is not about gaining the well water. It is, you have to direct that into something else, the ocean of pure water that is right inside you, instead of looking at it outside. ഔട്ട്സൈഡിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കണ്ണുകളെ റീഡയറക്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് മാറ്റിയെടുക്കുക. അതാണ് നോളജ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താ? ദ നേച്ചർ ഓഫ് സെൽഫ്ലെസ് വർക്ക് ഹൈലൈറ്റ്സ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് സെൽഫ്ലെസ്നെസ്, ഇൻക്ലൂസീവ്നെസ് ആൻഡ് എക്സ്പാൻഷൻ. സെൽഫ്ലെസ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ഓൾ അബൌട്ട് again being motivated by the joys of the self, including and being able to include everyone else in our view of action, and thereby expand, keep on expanding. That's the nature of selfless work. What is it that doing this nature of selfless work helping us to do? Helping to reduce. It is the work, karma is helping to reduce your deviating tendencies or physiparas tendencies that drive us to unfocused work. ഇതിലേക്ക് പോകുന്നതിന് പകരം നമ്മളെ വേണ്ട വിധത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഉള്ള വഴിയാണ് കർമ്മം. And the process of inspiration looks at the root causes for the dominance of the emotional mind. എന്തുകൊണ്ടാണ് നമ്മളുടെ ഇമോഷണൽ മൈൻഡ് ഡോമിനേറ്റ് ചെയ്യുന്നത്? It is because our subtle intellect is not working. When our subtle intellect is working, you connect with the inner self. ആ സെൽഫ് എന്താണെന്നുള്ള സ്നേഹം, അതിൻ്റെ എന്താ സന്തോഷങ്ങൾ, അതിനോടുള്ള സ്നേഹം, അതിൻ്റെ വ്യാപ്തി, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് മാത്രമാണ് നമുക്ക് എൻ്റെ ഇമോഷണൽ മൈൻഡിനെ ഞാൻ കൺട്രോൾ ചെയ്യണം എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവുന്നത്. സട്ടിൽ ഇന്റലക്ട് സ്ട്രോങ് ആവും. Therefore, it controls the rational intellect as well as the emotional mind. അപ്പൊ അത് വലുതാവലാണ്. റൂട്ട് കോസ് ഫോർ ദ ഡോമിനൻസ് ഓഫ് ഇമോഷണൽ മൈൻഡ് എന്താണെന്ന് മനസ്സിലാവുന്നു, അത് മനസ്സിലാക്കി തരുന്നു. ആൻഡ് അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഇനി എങ്ങനെയാണ് നമ്മൾ കർമ്മത്തിലേക്ക് പോകേണ്ടത്, അത് ഉപയോഗിച്ച് നമ്മുടെ അപ്രോച്ച്, മൈൻഡിന്റെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം? ദ പ്രോസസ് ടു ഡ്രൈവ് എവേ അവർ നെഗറ്റീവ് ടെൻഡൻസീസ്. നമ്മുടെ ഉള്ളിലുള്ള സകല വിധത്തിലുള്ള കറുത്ത ചിന്തകളെയും പാടുകളെയും മാറ്റാനായിട്ടുള്ള വഴികൾ പറഞ്ഞു തരുന്ന റിഫൈൻമെന്റ് പ്രോസസ്, ഹെൽപ്പിംഗ് to refine our mind to become inspired and be inspiring. Adana bhakti. Bhakti is that process of refining of our mind to become inspired in whatever you think and do, as well as to inspire the other people that we connect with. That is basically what these three are. Appo ultimately all this leads to a state of flow. And finally, രണ്ട് ശ്ലോകത്തിൽ പറയുന്നു, ultimately all this ഇത് ചെയ്താൽ, that is knowledge of the self, nature of selfless work, and the process of inspiration. ഇത് വഴി നമുക്ക് എന്താ കിട്ടുന്നത്? It leads to the state of flow in existence, guaranteeing success and fulfillment. This is the message of Bhagavad-Gita as given by the introductory chapter on Sankhya Yoga, which is the summary of Bhagavad-Gita, whole of Bhagavad-Gita. അപ്പോൾ അവിടെ എന്താണ്? knowledge of the self is the Jnana Yoga part that Krishna is talking about. And then the nature of selfless work is the Karma Yoga part. And the process of inspiration is the Bhakti part. മൂന്ന് സംഗതികൾ. ഇത് എങ്ങനെയാണ് ഗീതയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. കർമ്മ പാർട്ടാണ് ആദ്യം. 3, 4, 5, 6 അധ്യായങ്ങളില് കർമ്മത്തിന്റെ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് 7, 8, 9, 10, 11, 12 ഭക്തി, താഴത്തെ ഭക്തി പാർട്ട്, കർമ്മം പിന്നെ ഭക്തി, 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ. ആൻഡ് ഫൈനലി ജ്ഞാനം, ഏറ്റവും അവസാനമാണ് ജ്ഞാനം, 13 മുതൽ 18ാമത്തെ അധ്യായം വരെ ജ്ഞാനയോഗത്തിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് ഗീതയിൽ. ഇനി ഇപ്പൊ 2 അതിൽ 2 കർമ്മത്തിന്റെ പോർട്ടലിലാണ് ഞാൻ 1ഉം 2ഉം ഇട്ടിരിക്കുന്നത്. കാരണം അങ്ങനെയാണ് കർമ്മകാണ്ഡമായിട്ടാണ് ഈ 1ാമത്തെയും 2ാമത്തെ അധ്യായം. കാരണം എന്താ വെച്ചാൽ 1ാമത്തെ അധ്യായം ഈ കർമ്മത്തിൽ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്, അർജുനന്റെ വിഷാദയോഗത്തിൽ. അതുകൊണ്ട് അത് കർമ്മത്തിന്റെ പാർട്ടാണ്. പിന്നെ 2ാമത്തത് സമ്മറി, ഓവറോൾ സമ്മറി, അതൊരു സ്ട്രാറ്റജിയാണ്, സോ ദാറ്റ് പീപ്പിൾ ഗെറ്റ് ഇൻസ്പയർഡ് ടു റീഡ് ഭഗവത്ഗീത. ഒക്കെ പഠിക്കാൻ ആദ്യം തന്നെ വെച്ച് തരികയാണ്. അതിൽ കർമ്മം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അത് കർമ്മകാണ്ഡത്തിൽ പെടുത്തി. ഇങ്ങനെയാണ് അതിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ. അപ്പോ വാട്ട് ഈസ് ദിസ് പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്? ഗീത ഇന്റലിജൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് റിഡക്ഷൻ, റിഫൈൻമെന്റ് ആൻഡ് റീഡയറക്ഷൻ. 3 R's, 3 R'കളാണ്. എന്തൊക്കെയാണ്? ഒന്ന് റിഡക്ഷൻ of physiparous tendencies at work through karma yoga. നമ്മളുടെ
നമ്മളെ മറ്റുള്ള ചിന്തകളിലേക്ക് നമ്മളെ വ്യതിചലിപ്പിക്കുന്നതായിട്ടുള്ള നമ്മുടെ ഫോക്കസിനെ പിടിച്ചു നിർത്താൻ വേണ്ടി കർമ്മം ചെയ്ത് മനസ്സിനെ ഒരു വഴിക്ക് എത്തിക്കണം ആദ്യം. എന്നിട്ട് റിഫൈനിങ് ദാറ്റ്, എന്നിട്ട് നമ്മുടെ ഉള്ളിലത്തെ മനസ്സിനെ നമ്മൾ പിന്നെ റിഫൈൻ ചെയ്തെടുക്കണം. സോ ദാറ്റ് ദ ക്വാളിറ്റി ഓഫ് ആക്ഷൻ, ദ ക്വാണ്ടിറ്റി ഓഫ് ഫിസിപ്പാരസ് ടെൻഡൻസീസിനെ കുറച്ച് the quality of our mind to be increased, or the quality of work to be increased through refinement of mind's focus and attention. That's bhakti. And ultimately, then correct redirecting of the intellect towards the goal. These 3 R's: reduction, refinement, and redirection are nothing but the karma, bhakti and jnana processes. Karma, bhakti and jnana. ഇതാണ് നമ്മൾ ഇനി 3ാമത്തെ അധ്യായം മുതൽ പഠിക്കാൻ പോകുന്നത്. അപ്പോ therefore this ends our chapter titled Foundations of Self-Analytics. Therefore iti Srimad Bhagavad-Gita Upanishadsu Brahma Vidyayam Yoga Shastre Sri Krishna Arjuna Samvade Yogo Nama Dviyodhyayah. This is basically second chapter. Ipo ellarkum second chapter endaanu oru ekadesha roopam oru bird's eye view as well as what we are going to look ahead enna adinte oru order um idakke vechu vandirikkunnathu namukku ellarkum manasilayundavum ennu namukku we will discuss if we have anything. സാർ, എനിക്ക് ഓർമ്മ വന്നത് സാർ ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വെയിലിംഗ് സ്ക്രീൻ. ആ ഈഗോനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു വെയിലിംഗ് സ്ക്രീൻ, കോസ് എഫക്ട്, ടൈം സ്പേസ് ആൻഡ് കോസ് എഫക്ട് എന്നുള്ള ഒരു സ്ക്രീനിലൂടെ കാണുന്നത്. ആൻഡ് ഐ തിങ്ക് വി ടോക്ക്ഡ് അബൌട്ട് ചിന്മയാനന്ദ സ്വാമിജി അല്ല സോറി വിവേകാനന്ദ സ്വാമിയുടെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് അതിനെ പറയുന്നത്. In fact, it apparently there are books and books written on that statement. One single statement by Vivekananda Swami. എന്താണെന്ന് വെച്ചാൽ the universe is the absolute seen through the screen of space, time and causation. That's it. You can think about it and you will realize, you will start realizing the complete impact of it if you really think about it. The universe is the absolute seen through the screen of space, time, causation. അതിനകത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു we had touched upon concepts like nithya, and also I think what came to my mind is this how this is ഈ സ്ക്രീനിലൂടെ കാണുന്നത് എനിക്ക് തോന്നുന്ന രജസ് and tamas was strengthened, and that's the reason we are seeing the screen, and ego is also strengthened. And we are actually, yes, that is ego. We are actually looking through ego, because of which we are seeing a world that we want to see. You will see what you pashyati sap pashyati എന്നൊക്കെ ഇനി വരും. It is coming. നമ്മൾ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ കാണും. That is what Taijasam Vishwa is actually the deluded and the screened version of what we see. Yeah, because it is outward projecting in that way. Actually, Vishwa is outward projection in the sense of our, even outside of mind and intellect. The Taijasa is inward എന്ന് പറയുമ്പോൾ mind and intellect. But പിന്നെ അതിന്റെ ഉള്ളിലേക്ക് പോയി സെൽഫ്, അതാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. Satishi, good evening. Yeah, good evening, Babaji. Good evening. Comfort zone is darkness for the star performer. Very good analysis, I think. Yeah, I think that is one of the most practical ways in which you can actually reflect on that sloga. Very well connected. പിന്നെ എനിക്ക് ഒരു ഈഗോ വെയിൽസ് ദി സെൽഫ് എന്നുള്ള ചാർട്ട് ഒന്ന് കാണിക്കാമോ? ഒന്നുകൂടെ
അതെ അതെ. അപ്പൊ അതിനകത്ത് പിന്നെ ഇത് ഇന്റലക്ട് ഡെലിവ്ഡ് എന്താണ് ഒരു റെഡ് സർക്കിൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? അല്ല, അത് ഞാൻ റെഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മള് ബേസിക്കലി ഇതാണ് ദിസ് ഈസ് വാട്ട് വി കൺസിഡർ ആസ് അവർ സെൽഫ്. ആക്ച്വലി ദിസ് ഇന്റലക്ട് മൈൻഡ് ആൻഡ് ദ സെൻസസ് ഇതൊക്കെ ഞാനാണെന്നുള്ള ഒരു ചിന്ത, ആ ലൂപ്പാണ് ഞാൻ. ദാറ്റ് ഈസ് ദ ലൂപ്പ് ഓഫ് ആക്ച്വലി ദ പെർസെപ്ഷൻ ലൂപ്പാണ്. അതെ, assumes that BMI is self. പക്ഷെ ഇന്റലക്ച്വലിനെ വെളിയിലാണ് ഇട്ടിരിക്കുന്നത്. അല്ലല്ല, അത് ഓക്കെ, അത് അങ്ങനെ ആയിപ്പോയതാണ്. അത് ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഇന്റലക്ട് മൈൻഡ് എല്ലാം പെടും. Everything fine. അത് എനിക്കാണ് അതിന്റെ എന്തോ ഈ ആസ്പെക്ട് റേഷ്യോ മാറിയപ്പോ ആ സർക്കിൾ അങ്ങോട്ട് സ്വിങ്ക് ചെയ്ത് പോയി. അതിങ്ങനെ പിന്നെ ഞാൻ പിന്നെ അത് മാറ്റാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല, കാരണം അങ്ങനെ ഇട്ടതാ. അപ്പൊ അതില് ഈ പടത്തിൽ തന്നെ ഇതിനാണ് ബോണ്ടേജ് ഓഫ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്ന് ആണ് ഞാൻ എഴുതിയിട്ടുണ്ട് അവിടെ. ബോണ്ടേജ്, ദ ബോണ്ടേജ് ഓഫ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. വി ഗെറ്റ് ബൗണ്ട് ബൈ അവർ ലിമിറ്റേഷൻസ് ഓഫ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. എന്നാൽ അതേസമയം as a star performer, what happens is you are getting the freedom of excellence. When we that freedom of excellence is in the practical way the moksha that we are looking for. Or it can be the Brahmi sthiti before moksha. Yeah, I mean, to the prajna state. It's not definitely the excellence in the ഏറ്റവും pinnacle of excellence ഒക്കെ എത്തിച്ചേർന്നില്ല എന്ന് വരും. That is fine. Still actions are being taken. Yeah, you strive towards perfection. Trying towards higher siddhi. It's called siddhi also. സതീശ്, സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് മൈൻഡ് ഇല്ലേ ലാസ്റ്റില് വരുന്നത്, അതിന് തന്നെയാണ് ധ്യാനം, മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് അല്ലെ? That is the kind of practical meditation that we can in anything that we are doing, anything that we are thinking, അതിലേക്കുള്ള ഒരു സോണിലേക്ക് എത്തുക എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ. This you can call it the whole of Bhagavad-Gita in one slide. സതീഷ്, ഇതിനകത്ത് ഇൻഫിനിറ്റ് ടൈം ഉണ്ട്, ഇൻഫിനിറ്റ് സ്പേസ് കൊടുത്തിട്ടില്ല. 18th I think it should have infinite space also. 18. Okay, yeah, time and space. Yeah. Time space രണ്ടും ഒരുമിച്ചല്ലേ വരും. It cannot be. അതെ, രണ്ടും ഒരുമിച്ച ടൈം ആൻഡ് സ്പേസ്. അതെ അതെ അതെ. അനാദി എന്ന് പറയുന്നുണ്ട് ഗീതയിൽ. പക്ഷേ അഗെയിൻ ദാറ്റ് ഇസ് എ പെർസെപ്ഷൻ ഡിഫറൻസ്. ഒരിക്കലും ഇൻഡിവിജ്വൽ സെൽഫിനെ ഇൻഫിനിറ്റ് ഇൻ സ്പേസ് എന്ന് പറയുന്നില്ല. അതെ അതെ, സ്പേസ് അതില് വേറൊരു പ്രോപ്പർട്ടി കൂടെ 23 പറയുന്നുണ്ട്, അൺഡിവൈഡഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അൺഡിവൈഡഡ് അവിടെ ഉണ്ട്, അത് സ്പെസിഫിക് ആയിട്ട് അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ എടുത്ത് ടൈം എഴുതിയത്. പക്ഷേ യെസ്, ഇറ്റ് ഇംപ്ലൈസ് ടൈം ആൻഡ് സ്പേസ്. അതെ അതെ അതെ. Then this thing, chapter 10
sloka 42, Krishna is saying, Vishnabhyaham idam Krishnam ekamshena sthido jagat. That is, I provide the whole universe by a small fraction of myself. Adoru fraction varununda. That's again perception. അത് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തിന്, അതായത് ആക്ച്വലി ഇപ്പൊ സയൻസ് എടുത്താൽ തന്നെ യു ക്യാൻ സീ ദാറ്റ് ദ ഹോൾ യൂണിവേഴ്സ് ഈസ് 95% മറ്റേ ബ്ലാക്ക് ഡാർക്ക് മാറ്റർ ആണ്. ആൻഡ് ഓൺലി 5% ഈസ് വാട്ട് ആക്ച്വലി വി സി. ആ 5%ന്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ. അതെ 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 അതെ. ഇൻഫാക്ട് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് വി വിൽ ആക്ച്വലി സീ ഇറ്റ് ഇൻ ഫിഫ്ത്ത് സിക്സ്ത് ഇനി അടുത്ത ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെ അതെ. After universe is not infinite as per science. അല്ല, യൂണിവേഴ്സ് is not infinite because there is infinity എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി യൂണിവേഴ്സ്, കാണുന്ന യൂണിവേഴ്സ് പ്ലസ് ഡാർക്ക് മാറ്റർ ഈസ് Even that's not infinite. കാരണം നമുക്കിപ്പോ അത്ര നമുക്ക് അതിന്റെ അപ്പുറത്തേക്കുള്ള എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഇൻഎക്സ്പ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 25-29. ഇതിപ്പോ ആക്ച്വലി നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷനിങ്ങിൽ പോലും ഇത് കാണാൻ പറ്റുന്ന ആ ഒരു 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 എന്താ പറയാ, ആക്ച്വലി ദ നമ്പർ ഓഫ് ന്യൂറോൺസ് വിതിൻ അവർ ബ്രെയിൻ ഈസ് estimated to be 86 billion. Each of those neurons can connect to about 10,000 nearby neurons. Apo you can just imagine the number of connections that we have inside the brain. അത് മുഴുവൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ആ ലെവലിലെത്തും. പക്ഷേ നോർമൽ ഹ്യൂമൻ ബീയിങ്സ് ഡു നോട്ട് യൂസ് മോർ ദാൻ 5% ഓഫ് ഇറ്റ്. ഇൻഫാക്ട് ഈവൻ പീപ്പിൾ ലൈക്ക് ആൽബർട്ട് ഐൻസ്റ്റൈൻ പോലും 6%ന്റെ മോഡൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് കണക്ഷന്റെ ബ്രെയിനിന്റെ എല്ലാ പോർഷനിലും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്പർ ഓഫ് കണക്ഷൻസ് ഇഫ് യു റിയലി ടേക്ക് ഓൺലി അബൌട്ട് 5 to 6% ഓഫ് ദാറ്റ് പോസിബിൾ നമ്പർ ഓഫ് കണക്ഷൻസ് ആർ ബീയിങ് യൂസ്ഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ വി ഹാവ് ദ സ്കോപ്പ് ടു എക്സ്പാൻഡ് സോ മച്ച്. ഇനി that actually mimics the universe, dark matter and matter 95%. Almost like that. Dark matter ആണ് നമ്മുടെ തലയിലും. അതെ അതെ. Recently I saw one video of one atheist. He was saying that this statement that we are only using about 10% of our brain power is wrong. I don't know why. അല്ല, അതെന്താ വെച്ചാല് അതൊരു അതിന് മിസ്അണ്ടർസ്റ്റാൻഡിങ് വഴി വന്നേക്കണം. അതായത് ആദ്യ കാലത്തൊക്കെ, അത് 10-25-30 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെയൊക്കെ, 10-20 കൊല്ലം മുമ്പ് വരെ ആൾക്കാർ വിചാരിച്ചിരുന്നത് വി ആർ ഓൺലി യൂസിങ് 95% ഓഫ് ദ ബ്രെയിൻ. അത് തെറ്റാ. ദാറ്റ് ഈസ് റോങ്. അതാണ് അങ്ങേരും പറയുന്നത്. വാട്ട് ഈസ് റിയലി ട്രൂ ഈസ് that 5% of the connections that we are using are spread across the whole part of the brain. The brain എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കണക്ഷൻസിന്റെ പൊട്ടൻഷ്യൽ ഇത് ഈ പറയുന്ന എല്ലാ കണക്ഷൻസും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഇറ്റ് ഓൺലി കംസ് ത്രൂ എക്സ്പീരിയൻസ്, തിങ്കിങ്, ഐഡിയേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടാണ് നമ്മൾ പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കും ജീവിതത്തിന്റെ അവസാനം വരെ. അപ്പോ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് 5 to 6% ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ ഇതിന്റെ ഈ പറയുന്ന ട്രില്യൺ കണക്ഷൻസിന്റെ. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ മറ്റേത് തെറ്റിദ്ധാരണയായിരുന്നു. അല്ല, അതെന്താ വെച്ചാൽ അന്ന് ഒരു 10-20 കൊല്ലം മുമ്പ് വരെ നമ്മുടെ 20th സെഞ്ചുറിയിൽ നമ്മുടെ ബ്രെയിനിന്റെ അണ്ടർസ്റ്റാൻഡിങ് വാസ് ലിമിറ്റഡ് ടു ദാറ്റ്. ആൻഡ് വി ഹാഡ് സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മുടെ സയൻസ് ലിറ്ററേച്ചറിലൊക്കെ അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണകൾ വന്നിരുന്നു. പിന്നെ നൗ ഇറ്റ് ഹസ് ഇൻ ദ ലാസ്റ്റ് 10 to 15 years ഇറ്റ് ഹസ് ചേഞ്ച്ഡ്. നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയും ഇതിനെ പറ്റിയിട്ടൊക്കെ ഇപ്പൊ കണ്ടുപിടിച്ചു. അത് എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ ഏകദേശം രൂപം കിട്ടി തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഈ ബ്രെയിൻ കണക്ഷൻസ് നമുക്ക് അവസാനം വരെ ഉണ്ടാവും. മറ്റേത് വിചാരിച്ചിരുന്നത് എന്താ വെച്ചാൽ 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബ്രെയിനിൽ മാറ്റങ്ങളൊന്നും അധികം ഉണ്ടാവുന്നില്ല. പക്ഷേ അപ്പൊ ചോദ്യം വന്നു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് 20 വയസ്സിനും ശേഷമുള്ള ആൾക്കാര് 50 വയസ്സിലോ 60 വയസ്സിലോ ഒക്കെ പുതിയ പുതിയ സംഗതികൾ പഠിക്കുന്നില്ല? ഹൗ ഈസ് ദാറ്റ് പോസിബിൾ എന്നുള്ള ചോദ്യം വന്നു. അതിപ്പോ മനസ്സിലായി. വൈ ഇറ്റ് ഈസ് ബിക്കോസ് വി ആർ മേക്കിംഗ് ന്യൂ കണക്ഷൻസ്. Even at the time of death, before that we are still making connections even if we are 90 years of age. Average ആണല്ലേ? ആവറേജ്
is 5% connections only. Or അല്ല max- ആവറേജ് ദാറ്റ് ഈസ് റഫ്ലി 5% അതിൽ താഴേക്കാണ് ഒരു, അതായത് ഇറ്റ് ഡിപ്പെൻസ് അഗൈൻ നമ്മളിപ്പോൾ പല IQ ലെവൽസും അങ്ങനെയൊക്കെ മെഷർ ചെയ്യുമ്പോൾ ഒരു ആവറേജ് IQ എന്ന് പറയുന്നത് ഓഫ് ദ ഹോൾ വേൾഡ് ഹ്യൂമൻ ബീങ്സ് അബൌട്ട് 100 ആണ് ആവറേജ്. Oh, And what is above 100, 130 or above is considered as very excellent. അപ്പോൾ ബിറ്റ്വീൻ 100 and 130 ആണ് കുറേ ഉണ്ടാവുന്നത്. ആൻഡ് 130 and above again reduces to maybe total 5% of the whole universe ഒക്കെയാണ് 130 and മുകളിലേക്കൊക്കെ വരുന്നത്. അപ്പൊ 130 and മുകളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ ലോട്ട് ഓഫ് മോർ കണക്ഷൻസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് കണക്ഷൻസ് ദാറ്റ് ആർ ട്രിഗറബിൾ, അതായത് വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അത് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇൻഡെക്സ് ചെയ്യാൻ കൂടി വേണം, വിളിക്കാൻ പറ്റണം. അപ്പോഴാണ് നമ്മളെ ഇന്റലിജൻസ് കൂടുന്നത്. സോ 130, 140, 150 എന്നൊക്കെ പറഞ്ഞാൽ വെരി സൂപ്പർ ഇന്റലിജൻസ്. 150 ഒക്കെ കഴിയുമ്പോൾ അവരുടെ ഈ പറയുന്ന 150 IQ ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ 5 to 6% വരെയൊക്കെ കാണാം, അല്ലെങ്കിൽ 5.5% ഒക്കെ കണക്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ഡിഫറൻസ് മതി, ചെറിയ ഡിഫറൻസിൽ ഗ്രോസ്. It is, we are talking about trillions, like billions of connections. In fact, about 300 to 400 trillion connections ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ട്രില്യൺ. Namaste ji. Yeah. Anand here. Yes, Anandji. Yes. Good evening. You talked about Kundi, you know. Talked about? Kundi asking Kundi. for... Yeah. Kundi. See, effectively, she was asking for happiness only. Yes, effectively. Because... Correct. Exactly. Yeah, she was asking for the actual right happiness. Correct. So that she was asking for എന്താ വെച്ചാൽ BMIക്ക് സങ്കടങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. ശരിക്കും അത് വേറൊരു പ്രാക്ടിക്കൽ, ഞാൻ അഗൈൻ GI എന്ന് പറയുന്നത് ഗീത ഇന്റലിജൻസ് എന്നുള്ള നിലയിൽ പിന്നീട് അവതരിപ്പിക്കും. എന്താ വെച്ചാല് നമുക്ക് ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിന് കുറവുകളും മറ്റും വരുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമുക്ക് ഇനി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ നമ്മൾ സെൽഫിനെ ടാപ്പ് ചെയ്യും അല്ലെ. അപ്പൊ അതാണ് എനിക്ക് ദുഃഖങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ, എനിക്ക് BMIയുടെ ലിമിറ്റേഷൻസ് എനിക്ക് ഉണ്ടാവണേ, എന്നാലേ എനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ കൃഷ്ണനെ ടാപ്പ് ചെയ്യും, സെൽഫിനെ ടാപ്പ് ചെയ്യും. അതാണ് ശരിക്കും കുന്തി പറഞ്ഞത് അവിടെ. അതുകൊണ്ടാണ് പറയുക, ദൈവത്തിന് നമ്മളുടെ അടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ he is going to give you a lot of unhappiness and problems. അതെ, right, absolutely. Self is interested in you, so it will give you a lot of BMI issues. അപ്പൊ നമ്മൾ we are actually ആ BMIക്ക് വരുന്ന ചാലഞ്ചസ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എക്സ്പാൻഡിങ് അവർ BMI. So definitely what Kundi said is meaningful. അതല്ലാണ്ട് നമ്മളൊരു വളരെ സൂപ്പർഫിഷ്യൽ ലെവലിൽ എടുക്കുമ്പോഴാണ് ആൾക്കാർക്ക് അതിനെ പറ്റിയിട്ട് സംശയങ്ങൾ വരുന്നത്. എന്തുകൊണ്ടാ കുന്തി അങ്ങനെ പറഞ്ഞത്, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ എന്നൊക്കെയുള്ള ചിന്ത വരും നമുക്ക്. അത് ശരിക്കും അത് അതിന്റെ അന്തസക്ത മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഐ തിങ്ക് ഇറ്റ് ഇസ് that's the right message. Hindi dukkham ആണ് എല്ലാവർക്കും വേണ്ടത്. Correct. In fact, if you can look at it in a different way, when all these things come to you, it becomes challenges. It becomes challenges, correct. Yes. So automatically, you start becoming a star performer. Right. നമ്മളെ ഈ വേറൊരു പ്രാക്ടിക്കൽ ലെവലിൽ വേറൊരു പറയണ്ടേ, ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് ഭംഗി കൂടുന്നത് സ്വർണത്തിനെ അടിച്ച് എനിക്ക് ചൂടാക്കി അടിച്ച് ചെയ്യുമ്പോഴാണ്. അതായത് യു ലെറ്റ് ദ അയൺ the gold go through all those things, then it becomes more and more beautiful. എന്ന് പറയുന്ന മാതിരിയാണ്. Satishji, there's one more small now. This universal self. Yeah.
സൗണ്ട് പോയി സാർ. സാറിന്റെ മൈക്ക് മ്യൂട്ടഡ് ആയി. Are you able to? Is it okay now? Okay, now it is working. Yes. That universal self, that's Ishvara, that is, is it a result of delusion delusion by the made by the ego, which creates this? Because actually there is no universal self, no? It's only self. And അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് നമ്മളത് ഞാൻ അഗൈൻ ഐ എം ഗോയിങ് ടു ഗോ ത്രൂ ദാറ്റ് ഒരു സയന്റിഫിക് പെർസ്പെക്റ്റീവിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ബിഫോർ ദ ബിഗ് ബാങ് വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ്. അതിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഇറ്റ് ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ. അതാണ് ഗീത പറയുന്നത്. സയൻസ് ഓൾസോ സേസ് ഇറ്റ് ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ. അപ്പോൾ ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു എക്സ്പ്ലോഷൻ എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് ഇപ്പോഴും പറയാൻ പറ്റും. അതുപോലെ explosion ഉണ്ടായി കഴിഞ്ഞപ്പോൾ what happened is the matter ആ എനർജിയുടെ സ്ഫോടനം, പ്യുവർ എനർജിയുടെ സ്ഫോടനത്തിൽ നിന്ന് ഈ മാറ്റർ കോയലൈസ് ചെയ്യാൻ തുടങ്ങി. പാർട്ടിക്കിൾസ് ബിക്കൻ കോയലൈസിങ് ആൻഡ് ദെൻ മാറ്റർ ഗോട്ട് ഫോംഡ്, ഇനർഷ്യ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇൻഫാക്ട് വിവേകാനന്ദ സ്വാമികൾ അതിനെപ്പറ്റി പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ഫിസിക്സ് സ്റ്റാർട്ടഡ് വെൻ ദ ബിഗ് ബാങ് occurred. ഫിസിക്സ് മാത്രമല്ല, and chemistry. Physics and chemistry started. So it is about first physics and ഉണ്ടായിരുന്നു. Okay, the explosion, and then immediately chemistry took control. പിന്നെ ബാക്കിയെല്ലാം കെമിസ്ട്രിയാണ്. അപ്പോൾ ഈ ഫിസിക്സും കെമിസ്ട്രിയും അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം ഇപ്പൊ ഹൈഡ്രജൻ, മറ്റേ ഫ്യൂഷൻ, മറ്റേ ഫിഷൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ആയി മാറി. ഇതൊക്കെ എന്താ പറയുക, അന്നത്തെ കാലത്ത് നമുക്കറിയില്ല, പിന്നീട് മനുഷ്യൻ കണ്ടുപിടിച്ചു. There is a rule, there is a regulation for all these things to act. അപ്പോൾ ഫണ്ടമെന്റൽ ആയിട്ട് 4 ഫോഴ്സസ് ഉണ്ടായി. ഇലക്ട്രോമാഗ്നറ്റിസം, ഗ്രാവിറ്റി, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സസ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സസ് എന്ന് പറയുന്ന 4 ഫണ്ടമെന്റൽ ഫോഴ്സസ്. ഈ ഫോഴ്സസ് ആണ് ബാക്കിയെല്ലാം. അപ്പൊ ഈ ഫോഴ്സസിനൊക്കെ there is a rule, there is a regulation. Like there is a electromagnetic theory, there is this nuclear theory, there is this gravitational theory. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കിച്ച മനുഷ്യൻ അത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. ബട്ട് അതിനു മുമ്പ് ഫസ്റ്റ് മൊമെന്റിൽ എക്സ്പ്ലോഷൻ ഉണ്ടായപ്പോൾ തന്നെ ഈ റൂൾസ് ഒക്കെ ഉണ്ടായി. ഇറ്റ് ഇസ് ഓൺലി ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് വർ ഏബിൾ ടു ഫൈൻഡ് ഇറ്റ് ലേറ്റർ. അപ്പോൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എന്നിട്ട് അതിൽ ഈ ചില പാർട്ടിക്കിൾസിന് അതിന്റെ പൊസിഷനും ഒക്കെ വന്നിട്ട് കറക്റ്റ് പൊസിഷനിൽ വന്ന സ്ഥലത്ത് ലൈഫ് ബിക്കേം പോസിബിൾ ആൻഡ് ലൈഫ് സ്പ്രൗട്ടഡ് അപ്പ്. അത് ദെൻ യൂണിസെല്ലുലാർ ഓർഗാനിസം, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, അങ്ങനെ വളർന്ന് ഫൈനലി കെയിം ടു ബിക്കം ദ ഹ്യൂമൻ ബീയിങ്സ് ദാറ്റ് വി ആർ. അത് എർത്ത് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ മാത്രം. അങ്ങനെ ഡിഫറെന്റ് യൂണിവേഴ്സസ് ഉണ്ടാവാം. അതുപോലെ അപ്പൊ നമ്മൾ ഈ യൂണിവേഴ്സ് മാത്രം എടുക്കുമ്പോൾ അവിടെ എർത്ത് ഉണ്ടായി. ആ എർത്തിന്റെ ഉള്ളിൽ ബയോളജിക്കൽ ഫോംസ് ഉണ്ടായി. ബയോളജിക്കൽ ഫോംസിന്റെ ഉള്ളിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് വഴി മനസ്സും ബുദ്ധിയും ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് മുഴുവൻ ഉണ്ടായേക്കണം. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന സാധനം ഈ നമ്മളെ ഒരു നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിനെ മാതിരിയുള്ള ഒരു എൻറ്റൈറ്റി എടുത്തു കഴിഞ്ഞാൽ ഐ ക്രിയേറ്റ് മൈ വേൾഡ്, അല്ലെ? I create my world. Similarly, this universe creates the power created the universe. Some power which is physically visible as the 4 physical forces created this universe. പക്ഷെ ആ universe create ചെയ്യുമ്പോൾ what did it follow? It followed only the rules of each one of those forces. Electromagnetic theory, gravitational theory, അതാണ്. അതില് that force did not apply any selfishness. It purely followed that rules and regulations. If I make a definition, I will say the rules of physics, chemistry, and biology are the thoughts of God, Ishvara, the controlling forces. But when it came into human beings, life forms, human beings, human beings only forces of gravity and electromagnetics ഒക്കെ ആണ് നമ്മുടെ മനസ്സിൽ തോട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത്. ആൻഡ് ഓൾസോ വൈശ്വാനരനായിട്ടും ഡൈജസ്റ്റീവ് ഫോഴ്സസ് ആയിട്ടും ബാക്കിയെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ ആർക്കിടെക്ചർ ഈസ് സച്ച് ദാറ്റ് സം അനദർ എക്സ്ട്രേനിയസ് ഫിനോമിനൻ കെയിം ഇൻ, അതായത് മൈൻഡ്, ഇന്റലക്ട്. ദിസ് മൈൻഡ് ആൻഡ് ഇന്റലക്ട് ഓൾസോ ക്യാരിഡ് വിത്ത് ഇറ്റ് സെൽഫിഷ്നസ്, ആൻഡ് ദെർഫോർ ഇറ്റ് സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് എ വേൾഡ് ടു സൂട്ട് ഇറ്റ്സ് ഓൺ പർപ്പസസ്. അതാണ് വ്യത്യാസം. ഈശ്വരൻ, യൂണിവേഴ്സൽ സെൽഫും ഇൻഡിവിജ്വൽ സെൽഫും തമ്മിലുള്ള വ്യത്യാസം അതാണ്. Universal self controls the ego. The ego does not control universal self. Whereas individual self is controlled by ego.
That is Jiva. Whereas the other one is Ishvara, because it is in full control of what is happening. Whereas Jiva is in full control of the ego, and therefore all kinds of problems. This is the conceptual knowledge of this thing. Mike, sir. Universe, are you able to hear now? Yeah. Universal self should be equivalent to Brahman, I mean, the same. No? It is the same. And individual self also is the same. Individual self also is the same power. Ishvara and Brahma should be same then. Atmanu. Atman is the individual of same power. Same power. Tapping the same power. It is the same. But other things matter. But the ego and ego controlled mind and intellect are formula. And Ishvara controls the ego. Here the reverse. Ishvara controls the ego. Ego the thirst for creating the whole thing. Icha Shakti, Jnana Shakti, Kriya Shakti. Icha Shakti. Manishanta Icha Shakti is controlled by ego. That is the problem. So what is the difference between Jiva and Ishvara? There is only one difference in the level of ego. Ego is subservient to the self, Ishvara. In Jiva, self is subservient to Ishvara. I mean, ego. Self is BMI. BMI is subservient to ego. My mic again went into mute. Maya is controlled by Ishvara. Maya is controlled by Ishvara. Maya controls man, individual. He creates the universe. Yeah. Using the Maya, Prakriti, using my Prakriti, he creates. There's a difference. Yeah. Thank you. Yeah. Sadishi. Yes, Vidya. ഇപ്പൊ പറഞ്ഞ പോയിന്റില് ഇപ്പം ഒരു മാക്രോ ആൻഡ് മൈക്രോകോസം അത് തന്നെയല്ലേ ഈ യൂണിവേഴ്സും നമ്മുടെ What is happening in the universe is happening inside us also. It should happen the same way in Jiva also, no? പക്ഷെ only difference is because of mind and intellect ആണ് ഒരു വേറൊരു ഫാക്ടർ because of which ego is created and that's why we are being controlled by ego, അല്ലേ? അതപ്പം മൈൻഡ് ആൻഡ് ഇന്റലക്ട് നമുക്ക് കിട്ടിയത് ആക്ച്വലി ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഓൾസോ. നമുക്ക് ചിന്തിക്കാനുള്ള ശക്തി ഉണ്ടെന്നാൽ പക്ഷെ അത് തിരിച്ചും ഇങ്ങനെ നമ്മൾ 6ാമത്തെ അധ്യായത്തിൽ അത് കാണും. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് കൃഷ്ണൻ അർജുനനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. 6th ചാപ്റ്ററിൽ പറയും ദാറ്റ് ഈസ് ബോത്ത് യുവർ ഫ്രണ്ട് ആൻഡ് ദ ഫോ എന്ന് പറയുന്നുണ്ട്. നിന്റെ ശത്രുവും നിന്റെ സുഹൃത്തും ഈ മൈൻഡ് ആൻഡ് ഇന്റലക്ട് തന്നെയാണ്. ഇവിടെ പല സംഗതികൾ ഇതിലെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കാണ് 2nd ചാപ്റ്ററിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അവിടെ യോഗക്ഷേമം, ഇപ്പൊ ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ പറയുന്ന ഈ യോഗം ക്ഷേമമൊക്കെ ഇഫ് യു കംപ്ലീറ്റ്ലി പുട്ട് എവറിഥിങ് ടു ദ സെൽഫ്, then the self will take care of your yoga and ക്ഷേമം. അതാണ് 926 the central piece of Bhagavad-Gita. Manyas-chintayento mam ye janaha paripasade tesham nithyabhiyuktanam yogakshamam vahami aham.
പക്ഷേ ഇതെല്ലാം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ. പിന്നെ ബാക്കി ദ റെസ്റ്റ് ആർ ഡീറ്റെയിൽ. അപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ ഗിവ്സ് യു ദ ഹോൾ ഓഫ് ഭഗവത്ഗീത. ദ റെസ്റ്റ് ആർ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ വേറെ ഇതൊന്നും ഇല്ലെങ്കിൽ വി വിൽ സ്റ്റോപ്പ് ഫോർ ദ ഡേ ആൻഡ് വി വിൽ മീറ്റ് അപ്പ് നെക്സ്റ്റ് വീക്ക് വിത്ത് ചാപ്റ്റർ 3 കർമ്മയോഗ. Okay, so thank you and have a Thank good you, day. sir. Good night. Thank you very much. Thank you, sir. Thank you, Vijay. Thank you. Good night. Thank you, Sadirshi. Good night. Thank you.